ഡിവൈൻ മദറിന്റെ മറ്റൊരു സെഷനിലേക്ക് ഏവർക്കും സുസ്വാഗതം. നിത്യേന എന്നോണം പലതരം ഇമോഷൻസിലൂടെയും ഫീലിങ്സിലൂടെയും ഒക്കെ കടന്നു പോകുന്നവരാണ് നാം ഓരോരുത്തരും, പ്രത്യേകിച്ച് സ്ത്രീകൾ. ഇത്തരം നമ്മളുടെ വികാരങ്ങൾ അല്ലെങ്കിൽ നമ്മളുടെ ഇമോഷൻസ് നമ്മളെ ഏതെങ്കിലും തരത്തിലുള്ള രോഗങ്ങളിലേക്ക് നയിക്കുന്നുണ്ടോ? ഇതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. നമുക്കിതേക്കുറിച്ച് പറഞ്ഞു തരാനായിട്ട് ഡോക്ടർ നിഷ ശശീന്ദ്രൻ നായർ നമ്മോടൊപ്പമുണ്ട്. ഖത്തറിൽ നിന്നാണ് മാഡം ജോയിൻ ചെയ്തിരിക്കുന്നത്. ദ ടോപ്പിക് ദ ഫീലിംഗ് ഫാക്ടർ, ഇമോഷൻസ്, ഡിസീസസ് ആൻഡ് യു. ഡോക്ടർ നിഷയെ പറ്റി പറയുകയാണെങ്കിൽ ഒരു ആയുർവേദ ഡോക്ടറാണ്. ഖത്തറിൽ പ്രാക്ടീസ് ചെയ്യാൻ ഓഫ്ലൈൻ പറ്റാത്തത് കൊണ്ട് മാഡം ഓൺലൈനായിട്ട് വൈദ്യരത്നത്തിന് വേണ്ടി പ്രാക്ടീസ് ചെയ്യുന്നു. അതോടൊപ്പം തന്നെ സ്മൃതി മെഡിറ്റേഷൻ പ്രാക്ടീഷണർ ആണ്. ഒരു ഹോളിസ്റ്റിക് അപ്രോച്ച് ഇൻ ഹീലിംഗ് ആണ് മാഡത്തിന്റെ ഒരു പ്രത്യേകത. ശരീരത്തിനൊരു അസുഖം ഉണ്ടായാൽ ശരീരത്തിനോടൊപ്പം തന്നെ നമ്മൾ മനുഷ്യരായതുകൊണ്ട് നമുക്ക് മനസ്സുമുണ്ടെന്ന് മനസ്സിലാക്കി മനസ്സിനെയും കൂടി ചേർത്ത് ഒരുമിച്ചുള്ള ഒരു ഹീലിംഗ് പ്രോസസ്സ്, ഒരു ചികിത്സാ രീതിയാണ് മാഡത്തിൻ്റെത്. ഒപ്പം പല വ്യക്തികളും സംഘടനകളുടെയും ഒക്കെ കൂടെ കൂടി മെന്ററായിട്ട് പ്രവർത്തിക്കുന്നു. ഒരുപാട് ലേഡീസിന് ആശ്വാസമായി, കൈത്താങ്ങായിട്ട്, പ്രതിഫലേച്ഛ ഇല്ലാതെ തന്നെ പലപ്പോഴും പ്രവർത്തിച്ചു വരുന്ന ഒരു മഹത് വ്യക്തിത്വത്തിന്റെ ഉടമയായ എൻ്റെ പ്രിയ സുഹൃത്തിനെ ഇന്നത്തെ നമ്മുടെ സെഷൻ ഹാൻഡിൽ ചെയ്യാനായിട്ട് സ്നേഹാദരങ്ങളോടെ ക്ഷണിച്ചുകൊള്ളുന്നു. ഓവർ ടു യു മാം. താങ്ക് യു ധന്യ മാം, താങ്ക് യു സോ മച്ച്. മാം പറഞ്ഞ പോലെ ആദ്യം തന്നെ സദൃശ്യ മോൾക്ക് ഒരുപാട് ലവ് ആൻഡ് ഹഗ്സ്. കാരണം ഈ ചെറുപ്രായത്തിൽ ഇതേപോലെ ഉള്ള ആ ഒരു ഗ്രൂപ്പിൽ ചേരുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് റിയലി ഗ്രേറ്റ്. പിന്നെ മാം പറഞ്ഞ പോലെ അത്ര വലിയ സംഭവമൊന്നും അല്ല, പക്ഷെ ഞാൻ ചെയ്യുന്ന മേഖലകളെ കുറിച്ചാണ് മാം പറഞ്ഞത്. പിന്നെ എന്താ പറയാ, ഞാൻ ഇന്നിവിടെ പ്രസന്റ് ചെയ്യുന്ന അത്ര വലിയ ഒരു കാര്യങ്ങളെ കുറിച്ചാണോ എന്ന് ചോദിച്ചാൽ ഇതൊരു അവയർനെസ് ക്ലാസ് ആയിട്ട് നിങ്ങൾ കരുതിയാൽ മതി. വലിയൊരു സംഭവം എന്നൊന്നല്ല. നമുക്ക് ചില കാര്യങ്ങൾ തിരിച്ചറിഞ്ഞു കഴിയുമ്പം നമുക്ക് ഒരു അവയർനെസ് ഉണ്ടാക്കി കഴിയുമ്പോൾ കുറെ കാര്യങ്ങളിലൊക്കെ വ്യത്യാസമാകും. അപ്പൊ അത് മാത്രം ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ. ഫീലിംഗ് ഫാക്ടർ, ഇമോഷൻസ്, ഡിസീസസ് ആൻഡ് യു. എന്താ പറയാ, എല്ലാവർക്കും അറിയാലോ ഇമോഷൻസ് എന്താണെന്നുള്ളതും ഡിസീസസ് എന്താണെന്നുള്ളതും. യു ഇതെന്താണെന്ന് നിങ്ങൾ ആലോചിക്കുന്നുണ്ടായിരിക്കും അല്ലേ? ചിലപ്പോൾ ഇതിൽ പലർക്കും അറിയായിരിക്കും ഇമോഷൻസ് ശരീരവും മനസ്സും ഒക്കെ അസുഖത്തിന് കാരണമാകുന്നു എന്നൊക്കെയുള്ള ഫാക്ടറിനെ കുറിച്ച് ഒരുവിധം എല്ലാവർക്കും അറിയായിരിക്കാം. എങ്കിലും ഞാൻ ഇവിടെ ഇന്ന് അതിനെക്കുറിച്ച് ഒരു ചെറിയ അവയർനെസ്, നിങ്ങൾക്കറിയാത്ത എന്തെങ്കിലുമൊക്കെ പോയിന്റ്സിനകത്ത് കാണുമായിരിക്കും. അതിന് ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, സത്യം പറഞ്ഞാൽ ഇപ്പൊ അടുത്ത് വന്നു എപ്പോൾ ക്ലാസ് എടുത്താലും ഒരു ഇൻസിഡന്റ് എനിക്ക് ഉണ്ടാവുന്നുണ്ട്. ഞാനൊരു കോഴ്സിന് ചേർന്നിട്ടുണ്ട്. അപ്പൊ ആ കോഴ്സും ഈ പറഞ്ഞ കൺസൾട്ടേഷനും വീട്ടിൽ കുട്ടികളുടെ കാര്യങ്ങളും എല്ലാം കൂടെ ആയിട്ട് സത്യം പറഞ്ഞാൽ എന്റെ കോഴ്സിൽ കുറെ കാര്യങ്ങൾ എനിക്ക് പെൻഡിങ് ആയിട്ട് കിടക്കുക, ഒന്നും ചെയ്തു തീർന്നിട്ടില്ല. ഇന്ന് രാവിലെയൊക്കെ ആയപ്പോ എനിക്കങ്ങ് അത് കുറെ പണിയുണ്ട്, ഇതൊക്കെ കൂടെ ഇപ്പൊ ചെയ്തു തീർക്കും എന്നുള്ളൊരു ചിന്ത എനിക്ക് ഉണ്ടായി കേട്ടോ. അപ്പം ഈ ഒരു കഥ ഇവിടെ ഇരിക്കട്ടെ. ഇനി ഇതിന്റെ ബാക്കി ഞാൻ വരുന്ന വഴിക്ക് നിങ്ങൾക്ക് മനസ്സിലാവും എന്തുകൊണ്ടാണ് ഞാൻ ഈ കഥ പറഞ്ഞെന്നുള്ളത്. ഇനി ഇമോഷൻസ് എല്ലാവർക്കും അറിയാം, എല്ലാവർക്കും ഉണ്ട് ഇമോഷൻസ് എന്ന് പറയുന്ന സംഭവം. ഇത് നമ്മുടെ എന്താണ് ഇമോഷൻസ് ശരിക്കും? ഇമോഷൻസ് എന്ന് പറയുന്നത് മൈൻഡിന്റെ ഒരു മൈൻഡിൽ നടക്കുന്ന ഒരു പ്രക്രിയയാണ് കേട്ടോ. പുറത്തുനിന്നുള്ള എന്തെങ്കിലും സ്റ്റിമുലസ് ആയിരിക്കാം, അല്ലെങ്കിൽ ഉള്ളിൽ തന്നെ ഉള്ളതായിരിക്കാം. എന്തെങ്കിലും ഒരു സ്റ്റിമുലസ് കൊണ്ട് മനസ്സിൽ നടക്കുന്ന ഒരു മാനിഫെസ്റ്റേഷനെയാണ് നമ്മൾ ഇമോഷൻ എന്നൊക്കെ പറയുന്നത്. അതിന് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇമോഷൻസ് എന്ന പേര് വരാൻ വേറൊരു കാരണങ്ങളുണ്ട്. എനർജി ഇമോഷൻ, നമ്മുടെ ഒരു ഇമോഷൻ ഉണ്ടാകുമ്പോൾ അതിനെ ആസ്പദമാക്കി കുറെ എനർജിക് ഡിസ്റ്റർബൻസസ് ഒക്കെ ഉണ്ടാവുന്നുണ്ട്. ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ ചെറിയ ഡിസ്കഷനിലേക്ക് വരാം. ഇത് എല്ലാ ദിവസവും ഒരു ദിവസം നമ്മൾ എപ്പോഴും ഏതെങ്കിലുമൊക്കെ ഇമോഷൻസിലായിരിക്കും പൊതുവെ. പിന്നെ യുദ്ധം തൊട്ട് പ്രേമം വരെയുള്ള കാര്യങ്ങളൊക്കെ ഇമോഷൻസ് തന്നെയാണ് കാരണം. ഇനി ഇതൊക്കെ കേൾക്കുമ്പോൾ ആൾക്കാർ പെട്ടെന്ന് പഠിക്കുക, ഇത് ഇമോഷൻസ് ഇനി പാടില്ലേ എന്നുള്ള കാര്യമായിരിക്കും അവർ പെട്ടെന്ന് പേടിക്കുന്നത്. പേടിക്കേണ്ട ആവശ്യമില്ല, ഇമോഷൻ വളരെ ആവശ്യമുള്ള സാധനമാണ്. കാരണം നമ്മുടെ സർവൈവറിന് ഭയങ്കര ആവശ്യമുള്ള ഒരു കാര്യമാണ്. പിന്നെ കറക്റ്റ് ആയിട്ട് ഒരു ആക്ഷൻ എടുക്കാനായിട്ട് ആവശ്യമുള്ള കാര്യമാണ്. പല മെമ്മറീസ് കീപ്പ് ചെയ്യാൻ ആവശ്യമുള്ള കാര്യമാണ്. പിന്നെ ചില റിലേഷൻഷിപ്സ് ബിൽഡ് ചെയ്യാൻ ആവശ്യമുള്ള കാര്യമാണ്. പിന്നെ നമ്മുടെ ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും ഒക്കെ മനസ്സിലാക്കാൻ ആവശ്യമുള്ള കാര്യം ഇമോഷൻ. ഇനി ഇമോഷൻ പെട്ടെന്ന് ഇപ്പൊ എന്താ പറയാ, ഇമോഷൻസ് എന്ന് പറഞ്ഞ ഒരു സാധനം പെട്ടെന്ന് ഇപ്പൊ അസുഖവുമായിട്ട് റിലേറ്റ് ചെയ്യുമോ എന്ന് ആൾക്കാർ പെട്ടെന്ന് ഒരു ചിന്ത ഉണ്ടായിക്കാണും. അല്ലെങ്കിൽ ഇമോഷൻ എന്ന് പറഞ്ഞ സാധനം നമുക്ക് ഫീൽ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മളൊരു കാര്യം കാണുമ്പം ആ ഇമോഷനും ഫീൽ ചെയ്യുന്നതിന്റെ ഇടയ്ക്ക് ഒരു സംഭവം നടക്കുന്നുണ്ട്.
കൊണ്ടായിരിക്കും അവർ വരിക. പക്ഷേ ആ ഫീലിങ്സിലായിരിക്കും അവർ കേന്ദ്രീകരിക്കുന്നത്. എന്നാൽ അതിന്റെ പിന്നെ ഒരു സംഭവം ഉണ്ട്. അതെന്താന്ന് നമ്മൾ ചോദിക്കുമ്പോഴാണ് ആ ഫീലിങ്സിനെ അസോസിയേറ്റ് ചെയ്തൊരു സാധനം ഉണ്ടെന്ന് മനസ്സിലാക്കുന്നത്. അതാണ് തോട്ട്സ് എന്ന് പറഞ്ഞ സാധനം. എന്ന് വെച്ചാൽ നമ്മൾ പഞ്ചേന്ദ്രിയങ്ങളിൽ കൂടെ എന്ത് കാണുകയോ കേൾക്കുകയോ ഫീൽ ചെയ്യുകയോ ഒക്കെ ചെയ്യുന്ന ഒരു സംഭവം നമ്മുടെ ബ്രെയിനിനുള്ളിൽ ഒരു ചിന്തയായിട്ട് വന്ന് ഭവിക്കുന്നുണ്ട്. ആ ചിന്ത എന്താ ചെയ്യുന്നത്? അത് പിന്നെ വലിയ ഫീലിങ്സ് ആയിട്ട് ഇമോഷൻസ് ആയിട്ട് മാറുന്നു. ഈ ചിന്ത, ഓരോ ചിന്തയ്ക്കും ഓരോ ഇമോഷൻസ് അല്ലെങ്കിൽ ഒരു ഫീലിങ്സ് അസോസിയേറ്റഡ് ആയിരിക്കും. സ്നേഹം എന്ന് തോന്നുമ്പോൾ സ്നേഹത്തിന്റെ ആയിട്ടുള്ള ഒരു ഫീലിങ്സ് ഒക്കെ നമുക്ക് ഉണ്ടാവുന്നു. ദേഷ്യം എന്ന് പറഞ്ഞൊരു കാര്യം, നമ്മളൊരു കാര്യം, എന്നോട് ഒരാൾ ദേഷ്യപ്പെട്ടു, അപ്പം എന്റെ ഇന്നത്തെ കാര്യം തന്നെ എടുത്ത് നോക്കുകയാണെങ്കിൽ എന്റെ കയ്യിൽ ഇഷ്ടം പോലെ പ്രശ്നങ്ങൾ ഇങ്ങനെ കിടക്കുക, ലൈക്ക് എനിക്ക് ഇഷ്ടം പോലെ വർക്ക് ചെയ്തു തീർക്കാനുണ്ട്, മനസ്സിലായി? ആ വർക്ക് കാണുമ്പോൾ തന്നെ എന്റെ മനസ്സിലുണ്ടാകുന്ന എന്തായിരിക്കും? ഫീലിങ്സ്, സ്ട്രെസ് എന്നുള്ളൊരു ഫീലിംഗ്, വെറി എന്നുള്ളൊരു ഫീലിംഗ് ആയിരിക്കും ഇമീഡിയറ്റ്ലി എനിക്ക് ഉണ്ടാകുന്നത്. അപ്പം എന്റെ ചിന്ത എന്തായിരുന്നു അവിടെ? ഇതെല്ലാം കൂടെ എന്ത് ചെയ്യും എന്നുള്ളൊരു ചിന്ത ആസ്പദമാക്കിയാണ് എനിക്ക് ആ ഇമോഷൻ വരുന്നത്. അത് വന്നു കഴിഞ്ഞാൽ ഉടനെ എന്താ ചെയ്യുക? പിന്നെ അടുത്ത ഇമോഷൻ, ഉടൻ തന്നെ ആ ഇമോഷൻ നമുക്ക് ഫീൽ ചെയ്ത് തുടങ്ങുമ്പോൾ ബ്രെയിനിൽ അടുത്ത സിഗ്നൽ പാസ് ചെയ്യും. എന്താണ്? ഇത്രയും പണി ബാക്കിയുണ്ട്, ഇത് ഫീലിംഗ് ടെൻസ്ഡ് എന്ന് കാണുമ്പോൾ ഉടനെ വെറി, ഇതിന്റെ നീ എപ്പോൾ ചെയ്യും എന്നുള്ളൊരു ചിന്തയായിരിക്കും ഉണ്ടാവുക. ഇമീഡിയറ്റ്ലി പിന്നെ അടുത്ത ഫീലിങ്സ് വരും, സ്ട്രെസ് കൂടും, വെറി കൂടും. അപ്പൊ നമ്മൾ ഇതെല്ലാം കൂടെ എന്ത് ചെയ്യും എന്നുള്ള ടെൻഷനാവും. ഇനി അതിനെ ആസ്പദമാക്കി പിന്നെയും ബ്രെയിനിൽ. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ഓവർ തിങ്കിങ്ങിലൊക്കെ വന്ന് അവസാനം. ചിലർ പറയും എനിക്ക് ചിന്ത നിർത്താൻ പറ്റുന്നില്ല എന്നൊക്കെ വന്ന് പറയുന്നത്. ഇതാണ് തോട്ട് ആൻഡ് ഫീലിംഗ്, ഒരു സൈക്കിളാണ്. അതിങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പം ഇവിടെ വില്ലൻ ഇപ്പൊ ആരാന്ന് മനസ്സിലായല്ലോ. നമ്മുടെ ചിന്ത എന്ന് പറയുന്ന ഒരു കാര്യമാണ് ഈ ഇമോഷൻസിനൊക്കെ കാരണമായി മാറുന്നത്. അത് ചിലപ്പോൾ ഒരു വിഷ്വൽ ഇമേജ് ആയിരിക്കാം, അല്ലെങ്കിൽ കേട്ട കാര്യങ്ങളായിരിക്കാം, അല്ല ചിലപ്പോൾ നമുക്ക് ഫീൽ ചെയ്ത് എന്തെങ്കിലും ആയിരിക്കാം. പക്ഷെ എന്തായാലും ഈ ഇമോഷൻസിന്റെയും ഫീലിങ്സിന്റെ ഒക്കെ പിന്നിൽ ഒരു ചിന്തയുണ്ട്. ഇനി ഈ ചിന്ത വന്നു, ശരിയാണ്, നമ്മളൊരു കാര്യം കണ്ടു, പഞ്ചേന്ദ്രിയങ്ങളിൽ കൂടെ നമ്മൾ കണ്ടു, അത് നമ്മുടെ ചിന്തയായിട്ട് വന്നു, ബ്രെയിനിനുള്ളിൽ, നമ്മുടെ മനസ്സിനുള്ളിൽ ചിന്തയായി, ഇതെന്തൊരു ഭാരം, ഇതെന്ത് ചെയ്യും എന്നുള്ളൊരു ചിന്തയായി മാറി. ഇനി ഇത് ഇമോഷനായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ടല്ലോ, നമുക്കത് വെറി ഫീൽ ചെയ്യുകയും അതുപോലെ തന്നെ നമ്മുടെ എന്താ പറയാ, അതേപോലെ തന്നെ ദേഷ്യമാണെങ്കിൽ ദേഷ്യം ഫീൽ ചെയ്യും, സ്നേഹമാണെങ്കിൽ സ്നേഹം ഫീൽ ചെയ്യുകയൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്താ ചെയ്യുക? അതെന്താണ് അവിടെ സംഭവിക്കുന്നത്? ഇവിടെ ഏതൊക്കെ ഓർഗൻസ് ആണ് ഇതിന് കാരണമാകുന്നതെന്ന് നമ്മൾ അറിയണം. അതായത് ബ്രെയിനും ഓട്ടോണോമിക് നെർവസ് സിസ്റ്റം, ഈ രണ്ട് സംഭവങ്ങളോട് കൂടിയിട്ടാണ് ഈ പ്രക്രിയകൾ മൊത്തം നമ്മുടെ ശരീരത്തിൽ ഉണ്ടാക്കുന്നത്. ലൈക്ക് നമ്മുടെ ആ ഒരു ഫീലിങ്സും കാര്യങ്ങളും ഒക്കെ ഉണ്ടാക്കുന്നത് ബ്രെയിനും ഓട്ടോണോമിക് നെർവസ് സിസ്റ്റം. ബ്രെയിനിനകത്ത് നിന്ന് കുറച്ച് ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഈ നെർവസ് സിസ്റ്റം അതിന് കൂട്ടുനിന്നുകൊണ്ട് നമ്മുടെ ബോഡിയിൽ അതിനെ ഫീൽ ചെയ്യിപ്പിക്കുകയാണ് യൂഷ്വലി ചെയ്യുന്നത്. അപ്പം ബ്രെയിനിനുള്ളിൽ മെയിൻലി പറഞ്ഞു കഴിഞ്ഞാല് ബ്രെയിനിനുള്ളിൽ ആരാണ് ഈ ഒരു സംഭവം ഉണ്ടാക്കുന്നത്? നോർമലി ബ്രെയിനിനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ രണ്ട് വലിയതെന്ന് പറഞ്ഞ ചെറിയ രണ്ട് ഗ്ലാൻസ് ആണ്. പക്ഷെ വില്ലന്മാരാണ് രണ്ടുപേരും. അതുകൊണ്ട് എനിക്കത് വലിയ ചെറിയ ഗ്ലാൻസ് എന്ന് വിളിക്കേണ്ടി വരും. വില്ലന്മാരായ ചെറിയ ഗ്ലാൻസ്, കുട്ടി ഗ്ലാൻസ്. അതാണ് നമ്മുടെ ഇവിടെ കാണുന്ന ഹൈപ്പോതലാമസും പിറ്റ്യൂട്ടറി. നോർമലി ഇവന്മാർ രണ്ടുപേരോട് കൂടിയിട്ടാണ് നമ്മുടെ ബോഡിയിലുള്ള എല്ലാ ഓർഗൻസിന്റെയും ഗ്ലാൻസിന്റെയും സെക്രീഷൻസിനെ സഹായിക്കുന്നത്. എന്ന് വെച്ചാൽ ഹോർമോൺ സെക്രീഷനെ സഹായിക്കുന്നത്. ഇവരാകെ ഇത്രയേ ഉള്ളൂ. പക്ഷെ ഈ ഫുൾ ബോഡിയിലെ സെക്രീഷൻസിനെ സഹായിക്കുക, ഹോർമോൺസിനെ ബാലൻസ് ചെയ്യുന്ന, നോർമൽസിയിൽ ബാലൻസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ഒരു രണ്ട് കുഞ്ഞൻ ഗ്ലാൻസ് ആണ്, ഹൈപ്പോതലാമസും പിറ്റ്യൂട്ടറി എന്ന് പറഞ്ഞ രണ്ട് ഗ്ലാൻസ്. ഇതെന്തിനാ ഇവിടെ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ രണ്ടുപേരുടെയും കൂടെ ഇക്വിലിബ്രിയത്തിൽ ഇരിക്കുമ്പോൾ ഇവരെ നോവിക്കാതെ സാധാരണ രീതിയിൽ കൊണ്ടുപോവുകയാണെങ്കിൽ നമ്മുടെ കാര്യങ്ങളെല്ലാം നോർമൽസിയിൽ നടക്കും. മനസ്സിലായോ? എല്ലാ ഹോർമോൺസും ആവശ്യത്തിനെ പ്രൊഡ്യൂസ് ചെയ്യുള്ളൂ, ആവശ്യത്തിനെ കാര്യങ്ങൾ നടക്കുകയുള്ളൂ. എല്ലാം നമ്മുടെ ബോഡിയിലെ നോർമൽസി എന്ന് പറയുന്നത് ഹെൽത്തി ആയിട്ട് നമ്മൾ പോകണമെങ്കിൽ ഇവന്മാർ രണ്ടുപേരെ നമ്മൾ സമാധാനിപ്പിച്ച് വെക്കണം. നമ്മൾ സമാധാനിപ്പിച്ച് വെക്കുമ്പോൾ നമുക്ക് ഹെൽത്ത് എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടാകുന്നത്. കാരണം ഇവരിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺസ് എല്ലാവരെയും സമാധാനത്തോടെ കൊണ്ടു നടക്കുന്നതാണ് അതിന്റെ അർത്ഥം. ഇവിടെ ഹൈപ്പോതലാമസ് എന്ന് പറഞ്ഞതാണ് ഏറ്റവും വലിയ സംഭവം. എന്ന് വെച്ചാൽ ചെറിയ ഗ്ലാൻഡ് ആണ്, ഇത്രയേ ഉള്ളെങ്കിലും ആള് വില്ലാളി വീരന. ഇദ്ദേഹമാണ് തലപ്പത്തിരുന്നു കൊണ്ട് എല്ലാത്തിനും നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത്. പിറ്റ്യൂട്ടറി ആയാലും ഹൈപ്പോതലാമസും പിറ്റ്യൂട്ടറിയും കൂടെ ആണ് സംഭവം ചെയ്യുന്നതെങ്കിലും ഹൈപ്പോതലാമസ് ആണ് ഈ പിറ്റ്യൂട്ടറിയെ പോലും എന്താ പറയാ കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകുന്നത്. ഓക്കെ, ഒന്ന് മ്യൂട്ട് ചെയ്യോ? ആരും ഒന്ന് മ്യൂട്ട് ചെയ്യണേ. അപ്പൊ ഈ ഹൈപ്പോതലാമസിന്ന് ഉണ്ടാവുന്ന ഹോർമോൺ, യൂഷ്വലി ഞാൻ നോർമൽസിയിലാണ് പറയുന്നത് കേട്ടോ, നോർമൽസിന്ന് ഈ ഹൈപ്പോതലാമസിന്ന് ഒരു ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്തിട്ട് ആ ഹോർമോൺ പിറ്റ്യൂട്ടറിയെ ഒന്ന് ട്രിഗർ ചെയ്യുമ്പോൾ പിറ്റ്യൂട്ടറിന്ന് നല്ല ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്നു.
ഈ ഹോർമോൺസ് ആണ് നമ്മുടെ പല പല ഗ്ലാൻഡുകളിലും, അതായത് തൈറോയിഡ്, നമ്മുടെ അഡ്രിനൽ ഗ്ലാൻഡ്സ്, ഓവറീസ്, ലിവർ, എല്ലാത്തിനെയും ഹാൻഡിൽ ചെയ്യുന്നത് ഈ പിറ്റ്യൂട്ടറിന്ന് പിന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺസ്. അപ്പൊ ഹൈപ്പോതലാമസിന്റെ സ്ഥിതി എങ്ങനെ ഇരിക്കും, അതുപോലെ ഇരിക്കും പിറ്റ്യൂട്ടറിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന കാര്യങ്ങൾ. അപ്പൊ ഇങ്ങനെ വരുമ്പോൾ ഓരോ ആക്സിസുകളുണ്ട്, അതായത് ഡയറക്റ്റ് ആക്സിസ്. ഒന്ന് ഹൈപ്പോതലാമോ, പിറ്റ്യൂട്ടറി, ഓവേറിയൻ ആക്സിസ് എന്ന് പറഞ്ഞാൽ ലേഡീസിൽ ഓവേറിയൻ, അത് ഭയങ്കരമാണ്. ഹൈപ്പോതലാമസിന് പിറ്റ്യൂട്ടറി, ഓവേറിയൻ ആക്സിസ്, നേരെ ഓവറിയിലിട്ടാ കണക്ഷൻ വരിക. അടുത്തത് ഗട്ട് ബ്രെയിൻ ആക്സിസ് എന്ന് പറയും. വയറും ഫുൾ ഡൈജസ്റ്റീവ് സിസ്റ്റവും ഇവർ പിറ്റ്യൂട്ടറിയും ഹൈപ്പോതലാമസും കൂടെ കണക്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ ഹൈപ്പോതലാമോ സ്കിൻ, ഡെർമറ്റോളജി, അതുമായിട്ട് കണക്ഷൻ ഉണ്ട്. നമ്മുടെ മാനസികമായ എന്തൊരു പ്രശ്നം, അത് ലേറ്റർ ഓൺ പറയാം. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഓരോ ആക്സിസസ് ഉണ്ട് കേട്ടോ. അപ്പൊ ഇതിപ്പോ ഡിവൈൻ മദറിന്റെ ഗ്രൂപ്പ് ആയതുകൊണ്ടും ലേഡീസ് കുറെ പേര് കൂടുതലുണ്ടാവും എന്ന് ആലോചിച്ചുകൊണ്ട് ഞാനിപ്പോ ഹൈപ്പോതലാമോ, പിറ്റ്യൂട്ടറി, ഓവേറിയൻ ആക്സിസിനെ കുറിച്ച് പറയാം. ഇതൊക്കെ വലിയ വലിയ ടേംസ് ആണ്, നിങ്ങൾക്ക് എഴുതണ്ട. ഈ രണ്ട് ഗ്ലാൻസിന്റെ പേര് വെച്ചിട്ട് നമ്മുടെ ശരീരത്തിൽ ഡയറക്റ്റ് ആയിട്ട് ഇവർ എങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു എന്നുള്ള. നോർമൽസി പറഞ്ഞു കഴിഞ്ഞാൽ ലേഡീസിനായാലും ഈ പീരിയഡ്സ്, മെൻസ്ട്രേഷൻ നടക്കുന്ന രീതിയാണിത്. ലൈക്ക് നോർമലി ഇരിക്കുമ്പം ഹൈപ്പോതലാമസിന്ന് ഗോണാഡോട്രോഫിൻ റിലീസിങ് ഹോർമോൺ എന്ന് പറഞ്ഞൊരു സാധനം റിലീസ് ചെയ്യാൻ വേണ്ടി പിറ്റ്യൂട്ടറിക്ക് മെസ്സേജ് കൊടുക്കും. പിറ്റ്യൂട്ടറി അതിൽ നിന്ന് നമ്മുടെ നേരെ ഈ ഓവറിയിലേക്ക് ചെല്ലാൻ വേണ്ടിയിട്ട് നമുക്ക് LH ഉം FSH എന്ന 2 ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഇവർ നേരെ പോയിട്ട് നേരെ ഓവറിയിലാണ് ലാൻഡ് ചെയ്യുന്നത്. ഓവറിയിലാണ് ലാൻഡ് ചെയ്യുന്നത്, ഓർത്തോണം. ഇതിന്റെയൊക്കെ ഇമ്പോർട്ടൻസ് കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഹൈപ്പോതലാമസിന്ന് പിറ്റ്യൂട്ടറിന്ന് നേരെ ഓവറിയിലേക്ക് ലാൻഡ് ചെയ്തേക്കുന്നു. അപ്പൊ ഓവറിയിൽ ഇവന്മാർ പോയിട്ട് ഈസ്ട്രജനും പ്രൊജസ്ട്രോണും ഒക്കെ ഉണ്ടാക്കി ഓവുലേഷൻ നടത്തി, ഓവുലേഷൻ നടക്കാതാവുമ്പോൾ, കൺസീവ് ആകാതെ വരുമ്പോൾ പീരിയഡ്സ് നടക്കും. ഇതാണ് ഒരു നോർമൽ സൈക്കിൾ. അപ്പൊ ഇവന്മാർ രണ്ടുപേരും നല്ല സമാധാനത്തോടെ നിൽക്കുന്ന സിറ്റുവേഷൻ ഈ ഹൈപ്പോതലാമസും പിറ്റ്യൂട്ടറി ഒക്കെ. ഇതേപോലെ തന്നെ നമ്മുടെ GI ട്രാക്റ്റിൽ, അതായത് നമ്മുടെ ഗ്യാസ്ട്രോ ഇൻഡസ്ട്രൈനൽ സിസ്റ്റം കംപ്ലീറ്റ്ലി ഇവന്മാര് ഡീൽ ചെയ്യുന്നുണ്ട്. നോർമൽസിയിൽ ഇരിക്കുകയാണെങ്കിൽ ഡൈജഷൻ നടക്കാനുള്ള കാര്യമായ ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്നു, കാര്യമായ ഡൈജഷൻ നടക്കുന്നു, ഇൻഡസ്റ്റൈനും ഓക്കെ, സ്റ്റൊമക്കും ഓക്കെ, എല്ലാം ഓക്കെ. സ്കിന്നിലാണെങ്കിലും ഇപ്പം നല്ല രീതിയിലാണെങ്കിലും നല്ല രീതിയിലുള്ള എന്താ പറയാ ഹോർമോൺസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നു. സെബവും ആവശ്യത്തിനുള്ള സെബം ഒക്കെ ഉണ്ടായി നല്ല മോയ്സ്ചറൈസ്ഡ് ആയിട്ടൊക്കെ ഇരിക്കുന്നു. അങ്ങനെ ഓരോന്നിനും കണക്ഷൻ ഉണ്ട്. ഇനിയിപ്പോ ആണുങ്ങളിലാണെങ്കിൽ ഹൈപ്പോതലാമോ, പിറ്റ്യൂട്ടറി, ഗൊണാഡൽ ആക്സിസ് എന്ന് പറഞ്ഞൊരു ആക്സിസ് ആണ്. അവിടെയും ഹൈപ്പോതലാമസ് പിറ്റ്യൂട്ടറിന്ന് നേരെ വരുന്ന ഗൊണാഡ്സിലേക്കാണ്, അവരുടെ ടെസ്റ്റിസിലേക്കാണ് പോകുന്ന മെസ്സേജ് പോകുന്നത്. അവിടെ സെമൻ ഉണ്ടാവാനായാലും സ്പേം ഉണ്ടാവാനായാലും ഒക്കെ സഹായിക്കുന്നത് ഇവന്മാർ രണ്ടുപേരും കൂടെ കൂടിയിട്ടാണ്. ഇനി ഞാനിത് അതിന്റെ നോർമൽസിയിലുള്ള കാര്യമാണ്. ഇനി ഇവർക്ക് എന്താ ഇമോഷൻസുമായിട്ട് കാര്യം നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും അല്ലേ? അപ്പം ഇമോഷൻസിന്റെ കാര്യം വരുമ്പം നമ്മുടെ ബ്രെയിനിനുള്ള ഒരു പുതിയ സാധനങ്ങളുണ്ട്, അമിഗ്ഡല എന്നാണ് അതിന്റെ പേര്. ചിലർക്കൊക്കെ അറിയാതിരിക്കാം. ഓക്കെ, അപ്പം ഇവിടെ ഇമോഷൻസ് എങ്ങനെയാണ് ഈ ഹൈപ്പോതലാമസും പിറ്റ്യൂട്ടറിയും എല്ലാവരും കൂടെ എങ്ങനെ റിലേറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഇവിടെ ഞാൻ പറയുന്നത്. നമ്മളിപ്പം ഒരു കാര്യം, ഇപ്പൊ എന്റെ തന്നെ കേസ് എടുക്കാം. ഞാൻ ഈ വർക്ക് എല്ലാം കൂടെ കണ്ടത് എന്റെ ഹൈപ്പോ ക്യാമ്പസിലാണ് എത്തുന്നത് മെസ്സേജ്. ഞാൻ കണ്ട വിവരം ഇങ്ങനെ ഹൈപ്പോ ക്യാമ്പസിൽ കൂടെ പോയിട്ട് അമിഗ്ഡലയിൽ ചെല്ലുമ്പോൾ അമിഗ്ഡലയുടെ ഡ്യൂട്ടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇവളിപ്പോ സ്ട്രെസ്സിലാണോ, ഇവളിപ്പോ സന്തോഷത്തിലാണോ, ഇവളിപ്പോ സങ്കടത്തിലാണോ എന്ന് ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളതാണ്. അമിഗ്ഡലയ്ക്ക് വേറെയും കുറെ ഡ്യൂട്ടീസ് ഒക്കെ ഉണ്ട്. പക്ഷെ എന്നാലും ഇവിടെ നമ്മുടെ ഇമോഷൻസിനെ ബേസ് ചെയ്തായതുകൊണ്ട് അമിഗ്ഡല ഇമോഷൻ എന്താണെന്ന് കണ്ടുപിടിക്കുന്നു. അമിഗ്ഡല അപ്പൊ തന്നെ കണ്ടുപിടിച്ചു, ഞാൻ ഇവളിപ്പോ സ്ട്രെസ് അടിക്കാൻ പോവാണ്, അല്ലെ വെറി അടിക്കാൻ പോവാണ് എന്ന് ചിന്തിക്കുമ്പോൾ ഉടൻ തന്നെ അമിഗ്ഡല ഹൈപ്പോതലാമസിന് മെസ്സേജ് എഴുതി കൊടുക്കും, നിഷ ഈസ് അണ്ടർ സ്ട്രെസ് എന്ന് അയച്ചു കൊടുത്തു. അപ്പൊ ഹൈപ്പോതലാമസ് എന്ത് ചെയ്തു, ഇമീഡിയറ്റ്ലി പിറ്റ്യൂട്ടറിക്ക് മെസ്സേജ് കൊടുക്കും, സ്ട്രെസ് റിലീസ് ചെയ്തോ, നീ സ്ട്രെസ് ഹോർമോൺസ് റിലീസ് ചെയ്തോ എന്ന് പറയും. കാരണം അവൾ നോർമൽസിലല്ല, അവൾ സ്ട്രെസ്സിലേക്ക് പോകാൻ പോവാണ് എന്നുള്ളൊരു മെസ്സേജാണ് കൊടുക്കുന്നത്. എന്നാൽ നേരെ തിരിച്ച് ഞാൻ സന്തോഷിക്കുന്ന ഒരു കാര്യം കണ്ടു എന്ന് വെച്ചോ, എന്തെങ്കിലും എനിക്ക് സ്നേഹിക്കാൻ, എനിക്ക് വളരെയധികം ഇഷ്ടം തോന്നുന്ന ആളിനെ കണ്ടു എന്ന് വെച്ചോ, അപ്പൊ എന്താ ചെയ്യുക, അപ്പം ഹൈപ്പോ ക്യാമ്പസിൽ കൂടെ ഇഷ്ടമുള്ള കാര്യം, സന്തോഷത്തിലുള്ള അവസ്ഥയിലല്ലേ ഇരിക്കുന്നത്, സ്നേഹം എന്നുള്ളൊരു വികാരമായിരിക്കും. അപ്പൊ അതിങ്ങനെ വന്ന് അമിഗ്ഡല വരും. അപ്പം കണ്ട കാര്യം അവിടെ വരുമ്പം അമിഗ്ഡല ഒന്ന് ചിന്തിക്കും, എന്താ ഇപ്പൊ ഇവള്, ഷീസ് ഇൻ ഹാപ്പി മൂഡ് എന്നുള്ള. അപ്പൊ ഇവള് ഹാപ്പി മൂഡാണെങ്കിൽ പെട്ടെന്ന് ഹൈപ്പോതലാമസ് കൊടുക്കാം, ഇവൾ ഹാപ്പി ആട്ടോ എന്നാ കൊടുക്കുന്ന മെസ്സേജ്. ഇത് ഞാൻ കുറച്ച് ഇതായിട്ട് പറയുന്നു എന്നുള്ളതേ ഉള്ളൂ. ഇങ്ങനെ ആരും മെസ്സേജ് കൊടുക്കില്ല, കെമിക്കൽസ് വഴിയാണ് അവർ സംസാരിക്കുന്നത്. സ്റ്റിൽ ഓക്കെ, അപ്പൊ ഹൈപ്പോതലാമസിന്ന് പിറ്റ്യൂട്ടറി വരെ ഓക്കെ ഹാപ്പി ഹോർമോൺസ് റിലീസ് ചെയ്തു. അപ്പൊ എൻഡോർഫിൻസ്, ഓക്സിറ്റോസ്, അങ്ങനെ കുറെ ഹാപ്പി ഹോർമോൺസ് ഉണ്ട്, നമ്മുടെ ശരീരത്തിന് ഒരുപാട് ഗുണം ചെയ്യുന്ന ഹോർമോൺസ് ഉണ്ട്, അതെല്ലാം റിലീസ് ചെയ്യുന്നു. അപ്പൊ ഈ അമിഗ്ഡല എന്ന് പറയുന്ന സാധനം ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായല്ലോ, ഇമോഷൻസ് എന്താണെന്ന് ഐഡന്റിഫൈ ചെയ്യുന്ന ഒരു ഏരിയയാണ് അമിഗ്ഡല. ഇവർ അറിഞ്ഞു കഴിഞ്ഞാൽ, ഇമോഷൻ എന്താണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഉടനെ ഹൈപ്പോതലാമസിന് കണക്ഷൻ കൊടുക്കുന്നു, പിറ്റ്യൂട്ടറിക്ക് മെസ്സേജ് കൊടുക്കുന്നു.
ഇവിടെ നമ്മൾ സ്ട്രെസ് എന്ന് പറഞ്ഞ കാര്യത്തെ കുറിച്ച് ചിന്തിക്കാൻ, ഇമോഷൻ, നമ്മളെപ്പോഴും സ്ട്രെസ് ഒരു സ്ട്രെസ്, ഇപ്പൊ ഇന്നത്തെ എന്റെ കഥ തന്നെ നോക്കുകയാണെങ്കിൽ സ്ട്രെസ് എന്നുള്ളൊരു കാര്യം വന്നപ്പം ഇവിടെ അഡ്രിനാലിന്റെ സ്പെല്ലിംഗ് ഇച്ചിരി മിസ്റ്റേക്ക് ഉണ്ട്, സോറി. സ്ട്രെസ് എന്നുള്ള ഐഡന്റിഫിക്കേഷൻ ആണ് അമിഗ്ഡല ഉണ്ടായെങ്കിൽ ഹൈപ്പോതലാമസിന് മെസ്സേജ് കൊടുത്ത് പിറ്റ്യൂട്ടറിക്ക് മെസ്സേജ് കൊടുക്കുമ്പോൾ കുറെ സ്ട്രെസ് ഹോർമോൺസ് ആണ് റിലീസ് ചെയ്യുന്നത്. ബാക്കിയെല്ലാം നല്ല രീതിയിൽ പോയിക്കൊണ്ടിരുന്ന സാധനം പെട്ടെന്ന് എന്ത് ചെയ്യും, പിറ്റ്യൂട്ടറിന്ന് സ്ട്രെസ് ഹോർമോൺസ് റിലീസ് ചെയ്യും. അതിന്റെ പേര് അഡ്രിനാലും കോർട്ടിസോൾ എന്നുമാണ് പേര്. ഓക്കെ, അഡ്രിനാൽ എന്ന് പറഞ്ഞാൽ ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് എന്ന റെസ്പോൺസ് ആണ് ഇമീഡിയറ്റ്ലി ഉണ്ടാകുന്നത്. എനിക്ക് പെട്ടെന്ന് തോന്നുന്നു ഈ കോഴ്സ് വേണ്ടായിരുന്നു, ചെയ്യണ്ടായിരുന്നു, ഇറങ്ങി പോയാൽ മതിയായിരുന്നു, ഉടനെ നമുക്ക് രക്ഷപ്പെടാനാണ് തോന്നുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ പണ്ട് കാലത്തൊക്കെ ആവശ്യമുള്ളതായിരുന്നു കേട്ടോ. ഈ പറഞ്ഞ പോലെ നമ്മൾ കാട്ടി ജീവിച്ചിരുന്ന സമയത്ത് ഈ അഡ്രിനാലിനൊക്കെ ആവശ്യമുള്ള സിംഹങ്ങളും മൃഗങ്ങളും ഒക്കെ വരുമ്പം ഓടി രക്ഷപ്പെടവോ അല്ലെങ്കിൽ തിരിച്ച് ഫൈറ്റ് ചെയ്യണമെങ്കിൽ ഈ ഹോർമോണിന്റെ ആവശ്യമുണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ നമ്മൾ വീട്ടിനകത്തിലായപ്പോൾ ഈ ചെറിയ ചെറിയ കാര്യങ്ങൾക്കായി നമ്മൾ സ്ട്രെസ് എടുക്കാൻ തുടങ്ങിയത്. ഓക്കെ, അപ്പം അത് പിന്നീട് നമ്മുടെ ഈ അഡ്രിനാൽ എന്ത് ചെയ്യും, പോയിട്ട് റിലീസ് ചെയ്യുമ്പോൾ ഉടനെ ബ്ലഡ് പ്രഷർ ഒന്ന് ഷൂട്ട് ചെയ്യും, ഹാർട്ട് റേറ്റ് ഒന്ന് കൂട്ടും, ഹൃദയടിപ്പ് കൂടും. ഓക്കെ, അതുപോലെ തന്നെ കോർട്ടിസോൾ ഇതുപോലെ തന്നെ ഫിയർ റെസ്പോൺസ് ആണ് ഉണ്ടാകുന്നത്. ഉടൻ തന്നെ ബ്രെയിനിന് മെസ്സേജ്, ഈ കോർട്ടിസോൾ ഉണ്ടാകുമ്പോൾ ഈ കോർട്ടിസോൾ ബ്ലഡിലോട്ട് പോയിട്ട് തിരിച്ച് നമ്മുടെ ബ്രെയിനിൽ ചെന്നിട്ട് പറയും, മതി, വേറെ ആർക്കും ഒരു ഹോർമോൺസും കൊടുക്കേണ്ട ആവശ്യമില്ല, ഇപ്പൊ തൽക്കാലം അവൾ സ്ട്രെസ്സിലാണ്, അപ്പൊ നമ്മുടെ ബ്രെയിനിനുള്ളിൽ വർക്ക് ചെയ്യുക എന്ന് പറഞ്ഞിട്ട് അവർ ആ ഹോർമോൺ അവിടെ വെയിറ്റ് ചെയ്യും. അപ്പൊ ബാക്കിയുള്ളതുങ്ങൾക്കെല്ലാം എല്ലായിടത്തും ഇമ്പയറിംഗ് ആയ, കംപ്ലീറ്റ്ലി ഇമ്പയർഡ് ആയി. നോക്കി, ഇതാണ് സംഭവം. സ്ട്രെസ്, നമ്മളൊരു സ്ട്രെസ് ആണെന്ന് അറിഞ്ഞു കഴിയുമ്പം പിറ്റ്യൂട്ടറിക്ക് ട്രിഗർ കൊടുക്കുന്നു, പിറ്റ്യൂട്ടറിന്ന് അഡിനോ കോർട്ടിക്കോ സ്റ്റോപ്പ്, അത് ACTH എന്ന് പറയും, അത് റിലീസ് ചെയ്യുന്നു. നിങ്ങൾ സ്ട്രെസ് ഹോർമോൺസ് എന്ന് മനസ്സിലാക്കിയാൽ മതി കേട്ടോ. ബ്ലഡിലേക്ക് റിലീസ് ചെയ്യുന്നു. ഈ ബ്ലഡിൽ കൂടെ പോകുന്ന ഈ സ്ട്രെസ് ഹോർമോൺസ് എന്ത് ചെയ്യും, പോയിട്ട് എല്ലാത്തിനെയും ഒന്ന് ചൊറിയും. ലിവറിനെ ചൊറിയുന്നു, ബ്ലഡ് വെസൽസിനെ ഒന്ന്, ബ്ലഡ് സ്പീഡിൽ പോകുമ്പം ഇൻക്രീസ് ബ്ലഡ് പ്രഷർ ഉണ്ടാക്കുന്നു, പിന്നെ നമ്മളൊന്ന് വേർക്കാൻ തുടങ്ങുന്നു, പിന്നെ ഫാസ്റ്റ് ബ്രീത്ത് കൂടുന്നു, പിന്നെ ഹാർട്ട് റേറ്റ് കൂടുന്നു, കണ്ണിലൊക്കെ ഇരുട്ട് കയറുന്നതൊക്കെ തോന്നും, പിന്നെ ഡൈജഷൻ മൊത്തം സ്ലോ ആകുന്നു. അപ്പൊ മര്യാദയ്ക്ക് പോയിക്കൊണ്ടിരുന്ന സംഭവം പെട്ടെന്ന് അവിടെ ഈ ലെവലിലേക്കൊക്കെ മാറി. ഓക്കെ, ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായല്ലോ എന്തുമാത്രമാണ്. അപ്പൊ ഇതൊക്കെ ചെറിയ രീതിയിൽ സ്ട്രെസ് ആവശ്യം തന്നെയാണ്. ഇപ്പൊ എനിക്ക് എങ്ങനെ ഒരു ഇത് വന്നതുകൊണ്ട് ഞാൻ പെട്ടെന്ന് എന്ത് ചെയ്തു, ഞാൻ പെട്ടെന്ന് അടുത്ത പണിക്ക് എന്താ എനിക്ക് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ള ചിന്തയിൽ നമുക്ക് പോകാൻ പറ്റും. സ്ട്രെസ് ചെറിയ രീതിയിൽ വളരെ നല്ലതാണ്, പക്ഷെ ദീർഘകാലത്തേക്ക് അത് പോകുന്നത് വളരെ മോശമാണ്. പക്ഷെ ചെറിയ സ്ട്രെസ് ആണെങ്കിൽ ഇമീഡിയറ്റ്ലി നമ്മുടെ ശരീരത്തിൽ എന്താണ് നടക്കുന്നത് എന്നുള്ളതാണ് ഞാനിപ്പോ ഇവിടെ ഷെയർ ചെയ്തത്. പലവരും ഹാർട്ട് റേറ്റ് കൂടുമ്പോൾ ഒന്നുകൂടെ ടെൻഷൻ കൂടും, അയ്യോ എനിക്ക് ഹാർട്ട് റേറ്റ് കൂടിയോ, എനിക്ക് ഹാർട്ട് അറ്റാക്ക് ആണോ എന്ന് ചിന്തിച്ചിട്ട് ഉടൻ തന്നെ പിന്നീട് എന്താ അടുത്ത ചിന്തയാകുമ്പം പിന്നെയും ഹാർട്ട് റേറ്റ് കൂടും. എന്താ സ്ട്രെസ് കൂടുക, ഹാർട്ട് അറ്റാക്ക് ആണോ എന്നുള്ള ചിന്ത, അല്ലെങ്കിൽ ബ്രീത്ത് കൂടുക, അയ്യോ ഞാൻ ശ്വാസം മുട്ടി ഇപ്പൊ ചത്തുപോവോ എന്നുള്ളൊരു ചിന്ത, അല്ലെങ്കിൽ ഇപ്പം ഈ പറഞ്ഞ പോലെ പെട്ടെന്ന് വേർക്കുന്നു, കുഴഞ്ഞു വന്ന് കണ്ണിൽ ഇരുട്ട് കയറുന്നു എന്നൊക്കെ ചിന്തിക്കുമ്പം പെട്ടെന്ന് പിന്നെയും ചിന്തകളുടെ ലെവൽ കൂടി സ്ട്രെസ് റിലീസും ഹോർമോൺസിന്റെ റിലീസ് കൂടുകയാണ്. പലപ്പോഴും നമ്മളത് ഐഡന്റിഫൈ ചെയ്യുന്നില്ല. ഇവിടൊക്കെ ചിന്തയാണ്, ഒന്ന് ആലോചിച്ച് നോക്കണം, ആദ്യം ഉണ്ടായ ഒരു ചിന്തയാണ് ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രശ്നം. ഇവിടെ നമ്മൾ ഇപ്പൊ ഫീമെയിൽസിന്റെ കാര്യം പറയുന്നതായതുകൊണ്ട് എഫക്ട് ഓഫ് സ്ട്രെസ് ഓൺ ഫീമെയിൽസ് നമ്മൾ ആദ്യം കണ്ടല്ലോ. മര്യാദയ്ക്ക് ഇരുന്നപ്പം അവർ നല്ല രീതിയിൽ പോയി ഈസ്ട്രോജനും പ്രൊജസ്ട്രോണും എല്ലാം ഉണ്ടാക്കിയ കാര്യങ്ങളെല്ലാം നന്നായി പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ സ്ട്രെസ് വന്നപ്പോൾ എന്ത് പറ്റി, ഈ പറഞ്ഞ പോലെ ഹൈ സ്ട്രെസ് വന്നപ്പം ഹൈ ലെവലിലുള്ള കോർട്ടിസോൾ, അതായത് സ്ട്രെസ് ഹോർമോൺ റിലീസ് ചെയ്യാൻ തുടങ്ങി. ഈ സ്ട്രെസ് ഹോർമോൺ നേരെ ബ്രെയിനിൽ പിന്നെയും പോകുന്നു, ബ്ലഡ് സർക്കുലേഷനിലൂടെ. അവിടെ ബ്രെയിനിനോട് ഒന്ന് മ്യൂട്ട് ചെയ്യുമോ, ആരോ അൺമ്യൂട്ട് ചെയ്തിരുന്നു. ഓക്കെ, ബ്രെയിനിനോട് പറയും മതി, ഗൊണാഡോട്രോഫിൻ അതൊക്കെ നിർത്തിക്കോ, യൂട്രസിലേക്ക് അധികം ഹോർമോൺസ് ഒന്നും കൊടുക്കണ്ട, അവൾ അണ്ടർ സ്ട്രെസ്സിലാണ് എന്നുള്ള മെസ്സേജ് കൊടുക്കുന്നു. അപ്പൊ എന്ത് പറ്റി, അവിടെ ഹോർമോൺസ് കുറയുന്നു. ആ ഹോർമോൺസ് കുറയുമ്പോൾ യൂട്രസിലേക്ക് വേണ്ട FSH എല്ലാം ചെല്ലുന്നില്ല, അളവ് കുറയുന്നു. അപ്പൊ എന്താ പറ്റുക, കറക്റ്റ് ആയിട്ടുള്ളത് ചെല്ലാഞ്ഞത് ഓവുലേഷൻ കുറയുന്നു. ഓവുലേഷൻ കുറയുമ്പം പീരിയഡ്സിന്റെ പ്രോബ്ലംസ് ആവുന്നു. ദീർഘദൂരം ഇങ്ങനെ പോകുന്ന ഒരു ഫീമെയിലില് പിന്നീട് ഈ പോളിസിസ്റ്റ്, ഫൈബ്രോയിഡ്, സിസ്റ്റ്, ഈ സ്ട്രെസ് എന്ന് മാത്രമല്ല ആങ്കർ എല്ലാം വിഷയം തന്നെയാണ് കേട്ടോ. ഇത് തന്നെ ആണുങ്ങളിലും സെയിം സംഭവം തന്നെ നടക്കുന്നുണ്ട്. സ്ട്രെസ് ഉണ്ടാകുമ്പോൾ ബ്രെയിൻ കൊടുക്കുന്നു മെസ്സേജ്, ഗൊണാഡോട്രോഫിക് റിലീസിങ് ഹോർമോൺ കുറച്ചോന്ന് പിറ്റ്യൂട്ടറിക്ക് മെസ്സേജ് കൊടുക്കുന്നു. പിറ്റ്യൂട്ടറിന്ന് അവർക്ക് സെമനും സ്പേമും ഒക്കെ ഉണ്ടാക്കാനുള്ള ആ ഒരു എനർജി കൊടുക്കാനുള്ള സംഭവം, ഹോർമോണിന്റെ പ്രൊഡക്ഷൻ കുറയുന്നു. അവിടെയും അവസാനം വന്ന് ഇതൊക്കെ അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ വന്ന് അവസാനിക്കുന്ന ഇൻഫെർട്ടിലിറ്റിയിലും കൂടാണ്. ഒരുപാട് കേസുകൾ ഇങ്ങനെ കണ്ടിട്ടുണ്ട്. നമ്മൾ കൗൺസിലിങ്ങും സംസാരത്തിനൊക്കെ പോകുമ്പോഴാണ് അറിയുന്നത്, കുട്ടിക്കാലം തൊട്ട് ചിന്തകൾ വളരെ വിഷമിച്ച ചിന്തകളുള്ള ആൾക്കാരായിരിക്കും, മെയിൽ ആയാലും ഫീമെയിൽ ആയാലും. അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ അവരുടെ ഇൻഫെർട്ടിലിറ്റിയിൽ വന്ന് അവസാനിക്കുന്നത്. സോ ഇതൊന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് മാത്രം ഞാൻ ഇതൊന്ന് എടുത്തെന്നുള്ളതേ ഉള്ളൂ. ഇങ്ങനെ ദീർഘദൂരം നമ്മളൊരു ഇമോഷൻ, ആങ്കറിലായിരിക്കാം,
ചിലപ്പം ടെൻഷനിലായിരിക്കാം, സങ്കടത്തിലായിരിക്കാം, ഗ്രീഫായിരിക്കാം, ഏതൊരു ഇമോഷൻസിലും കുറേ നാള് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഇതാണ് സംഭവം. ഒരു ദിവസം ചെറിയൊരു സ്ട്രെസ് അടിക്കുമ്പോൾ ഇത്രയും ഒരു കാര്യം സംഭവിക്കുമ്പോൾ റിപ്പീറ്റഡ് ആയിട്ട് നമ്മൾ അതിൽ തന്നെ നിൽക്കുമ്പം പതിയെ പതിയെ അത് സൈക്കോസൊമാറ്റിക് ലെവലിലേക്ക് പോകുന്നു. അത് സൈക്കോസൊമാറ്റിക് അസുഖങ്ങളായി മാറുന്നു. ഒരു പുതിയ വിങ് തന്നെ ഉണ്ട് സൈക്കോസൊമാറ്റിക് എന്ന് പറഞ്ഞിട്ട് ഈ മോഡേൺ സയൻസിൽ. പക്ഷെ ആയുർവേദം പണ്ട് തൊട്ടേ എല്ലാ അസുഖങ്ങളെയും സൈക്കോസൊമാറ്റിക് ആയിട്ടായിരുന്നു റിലേറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ എന്താ ഈ സൈക്കോസൊമാറ്റിക് നമുക്ക് കാണാം. It is observed that when a person encounters an acute stressful stage, the nervous system will undergo an alarm reaction. ഇപ്പൊ പറഞ്ഞ പോലെ പെട്ടെന്ന് നമ്മൾ കണ്ടു, അയ്യോ എന്ത് ചെയ്യും എന്ന് ആലോചിക്കുമ്പോൾ പെട്ടെന്ന് നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിൽ എന്തൊക്കെയാണെന്നല്ലേ. ഇനി സെക്കൻഡ് സ്റ്റേജ്, ഞാനിപ്പോ ആ ചിന്തയിൽ നിന്ന് വിട്ടു മാറിയില്ല, പിന്നെയും ഞാൻ അതിൽ തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കും, ഇതിനെ ഞാൻ എന്ത് ചെയ്യും തന്നെ റിപ്പീറ്റഡ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ 2 ദിവസമായി, ഒരു ദിവസം കഴിഞ്ഞു അടുത്ത ദിവസത്തിലോട്ട് വരുമ്പം എന്നെ എന്ത് ചെയ്യും? when the person is not able to cope with the situation, he or she tries to adapt to the situation. ഞാൻ എങ്ങനെയും എന്റെ ശരീരത്തിന്റെ ഈ ഒരു ബുദ്ധിമുട്ടുകളൊക്കെ ഒന്ന് ഹാൻഡിൽ ചെയ്യാൻ നോക്കും. അതിനായിട്ട് എന്റെ ബോഡിയും കൂടെ എന്നെ സഹായിക്കാൻ തുടങ്ങും. ലൈക്ക് എന്റെ മനസ്സ് ഇച്ചിരി വീക്കാൻ തോന്നുന്നു നിഷയുടെ, അപ്പൊ പിന്നെ ബോഡിയും കൂടെ ഞാനും കൂടെ ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ ഓർത്ത് ബോഡിയും കൂടെ എന്നെ സഹായിക്കാൻ കൂടി കുറച്ചാൾ കഴിഞ്ഞിട്ട് ഞാൻ ഈ ഇത് തന്നെ ചിന്തയിലിരിക്കുക, പിന്നെയും ചിന്തകൾ കൂടി വന്നുകൊണ്ടിരിക്കുക. അപ്പൊ അങ്ങനെ വരികയാണ് എന്താ സംഭവിക്കുക? If the effort taken by the body fails, it passes into an exhaustion state. ബോഡി പറയോ ഇവള് നന്നാവുന്ന ലക്ഷണമൊന്നുമില്ല, എനിക്ക് വയ്യ എന്ന് പറഞ്ഞ് ബോഡി ഫെഡപ്പ് ആവും. അതിനെ ഇങ്ങ് സ്വീകരിക്കും, മനസ്സിലായോ? എന്നിട്ട് എന്താ വെച്ചാൽ ഈ എക്സോഷൻ സ്റ്റേജിലാണ് നമുക്ക് പലതരം അസുഖങ്ങളായിട്ട് ഭവിക്കുന്നത്. ശരീരത്തിന്റെ ഓരോ ഭാഗങ്ങളാക്കി ഇത് നമുക്ക് ഫീൽ ചെയ്യുന്നത്. ഓക്കെ, അത് ഇപ്പം ഇതാണ് 3 തരമായി സൈക്കോസൊമാറ്റിക് ഡിസീസസിനെ നമുക്ക് ഡിവൈഡ് ചെയ്യാം. അതായത് സൈക്കിക് ലെവല്, സൈക്കോസൊമാറ്റിക് ലെവൽ, ലാസ്റ്റിൽ സൊമാറ്റിക് ലെവൽ. സൈക്കിൾ ലെവൽ നമ്മൾ ആദ്യം കണ്ടത്, ഇപ്പൊ ഹാർട്ട് റേറ്റ് കൂടുന്നു ഒന്ന് കണ്ടു, പെട്ടെന്ന് നമുക്ക് ഉണ്ടാവുന്ന വേർപ്പ്, ചെറിയൊരു തലകറക്കം, ഇതൊക്കെ ആയിരിക്കും സൈക്കിക് ലെവൽ. ആദ്യത്തെ ചിന്ത കൊണ്ട് ഉണ്ടാകുന്നത്. റിപ്പീറ്റഡ് ആയിട്ട് നിൽക്കുമ്പം പതിയെ എന്നും ഇപ്പൊ ഞാൻ എന്റെ ഹാർട്ട് ഇങ്ങനെ ഇടിച്ചോണ്ടേ ഇരിക്കുകയാണെങ്കിൽ 2-3-4 ദിവസം അല്ലെ ഒരു മാസം അടുപ്പിച്ചങ്ങ് ഇടിക്കുകയാണെങ്കിൽ എന്തായിരിക്കും എന്റെ ഹാർട്ടിന്റെ അവസ്ഥ അല്ലേ? അപ്പൊ അത് പതിയെ ഹാർട്ട് ഡിസീസസ് ആയിട്ടോ, ഹാർട്ട് ഡിസീസസ് ആവുന്നല്ല, അതിനാവണം നിർബന്ധമൊന്നുമില്ല, ബട്ട് സ്റ്റിൽ ക്യാൻ ലീഡ് ടു ഫ്യൂച്ചറിൽ, മനസ്സിലായോ? അങ്ങനെ സൈക്കോസൊമാറ്റിക് ആയിട്ട് മാറും. അതായത് ബോഡിയും കൂടെ സഹായിക്കുമ്പോൾ ബോഡിയിൽ ഇപ്പൊ ഞാൻ പറഞ്ഞു ഇന്ന് രാവിലെ എനിക്ക് ഭയങ്കര ക്ഷീണം തോന്നുന്നു, ഞാൻ മോനോട് പറഞ്ഞു എനിക്ക് ഭയങ്കര ക്ഷീണം തോന്നുന്നു, എന്താണെന്നറിയില്ല എന്ന് പറഞ്ഞപ്പോ പറഞ്ഞു അമ്മ നമ്മുടെ ചിന്തകൾ നിൽക്കുക. ഞാൻ എപ്പോഴും പറഞ്ഞ വാചകം തിരിച്ചെന്നോട് ഇങ്ങോട്ട്, അമ്മ നമ്മുടെ ചിന്തകളിൽ ചിന്തിച്ചു നോക്കിയാൽ എന്തോ ഉണ്ടെന്ന് തോന്നുന്നല്ലോ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു യെസ് യു ആർ റൈറ്റ്, എനിക്ക് ഈ പണികൾ, എനിക്ക് ഒരു കാര്യമുണ്ട്, ഒരു പണി ഏൽപ്പിച്ച് എനിക്ക് പെട്ടെന്ന് ചെയ്തു തീർത്ത് വൃത്തിയാക്കി കൊടുക്കണം. പക്ഷെ ഇതുപോലെ പെൻഡിങ് ആയി കിടന്നിട്ടില്ല പണി. ഈ പെൻഡിങ് ആവുന്നതോടെ എനിക്ക് ഭാരം കൂടി വരുമ്പോ എന്താ, എനിക്ക് തന്നെ ക്ഷീണം തോന്നുക, ഇതെല്ലാം ഇട്ടെറിഞ്ഞിട്ട് പോവാം. ബട്ട് ഐ ഫെൽ ദാറ്റ് ഇൻ മൈ ബോഡി, അറിയാം എനിക്ക് ആ ക്ഷീണം ഫീൽ ചെയ്യുന്നുണ്ട്. ബട്ട് ഇതൊക്കെ അറിയാവുന്നതുകൊണ്ട് നമ്മൾ അതിൽ നിന്ന് പുറത്തേടാൻ നോക്കും അല്ലേ? ഇത് മനസ്സിലാവാൻ ഞാൻ കുറെ ദൂരം പോവാണെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ അസുഖങ്ങൾ, അതാണ് ഈ സൊമാറ്റിക് എന്ന് പറയുന്നത്. സൊമാറ്റിക് എന്ന് പറഞ്ഞാൽ നത്തിങ് ബോഡി എന്നുള്ള അർത്ഥമാണ്, ഓർഗൻ എന്നുള്ള അർത്ഥമാണ് കേട്ടോ. ഏതെങ്കിലും ഒരു ഓർഗനുമായിട്ട് ഇൻവോൾവ് ചെയ്ത ഒരു അസുഖമായി മാറുന്നു. ഇത് കണ്ടോ, ലോക്കലൈസേഷൻ ഓഫ് ഇമോഷൻസ് ഇൻ അവർ ബോഡി. ഓരോ ഇമോഷൻസിനും ഓരോ ലോക്കലൈസ് നമുക്ക് ഫീൽ ചെയ്യുന്ന ഭാഗങ്ങളുണ്ട്. ഹാപ്പിനെസ്സും ഇമോഷൻ തന്നെ കേട്ടോ. ഹാപ്പിനെസ് ആണ് ഏറ്റവും നല്ലത്. ഹാപ്പിനെസ്സും കണ്ടന്റ്മെന്റും ഒക്കെ, കണ്ടന്റ് ആയിട്ടുള്ളതൊക്കെ. ഇപ്പം ഹാപ്പിനെസ് ആണെങ്കിൽ നമുക്ക് ഫുൾ ബോഡിയിൽ ഒരു സന്തോഷമായിരിക്കും, ഒരു റിലാക്സ്ഡ് ഫീൽ ആയിരിക്കും. ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കുമ്പോൾ നമുക്ക് തോന്നുന്നു എങ്ങനെ ഫുൾ ഒരു റിലീവ്ഡ് ഫീൽ അല്ലേ ഉണ്ടാവും. പക്ഷെ സാഡ്നെസ് ആണെങ്കിലോ ചെസ്റ്റിലും ഹെഡിലും ഭയങ്കര വെയിറ്റ്. എൻ്റെ അടുത്ത് വരുന്ന പേഷ്യൻസ് എല്ലാവരും പറയും പെയിൻ, എനിക്ക് നെഞ്ചിൽ ഭയങ്കര ഭാരം, അതുപോലെ തന്നെ ഭയങ്കര വേദന എന്നൊക്കെ പറയും. ആങ്കർ ആണെങ്കിൽ തല മൊത്തം ഈ ഇത്രയും ഭാഗം ഫുള്ള് എഫക്റ്റഡ് ആയിരിക്കും അവർക്ക്. ഫിയർ ആണെങ്കിൽ നെഞ്ചിന്റെ ഇവിടെ ഒരു ഇടുപ്പും ഭയങ്കര ഭാരവും, ചിലപ്പോൾ വയറും റിലേറ്റഡ് ആയിരിക്കും. പിന്നെ തലയിലും ചിലപ്പം ചിലർക്കുണ്ടാവും. പിന്നെ ഷെയിം, ഗിൽറ്റി ഫീലിംഗ് എന്നൊക്കെ പറയുന്നത്. പിന്നെ ആങ്സൈറ്റി, ഇങ്ങനെ ഓരോത്തിനും ഓരോരുത്തടത്താണ് നമുക്ക് ലോക്കലൈസ് ചെയ്യാം. ഏറ്റവും നല്ല ഹോർമോൺസിൽ വരുന്നതാണ് ഹാപ്പിനെസ്സും ലവും. ഇവർ രണ്ടുപേരുടെയും എന്ന് പറഞ്ഞാൽ നമുക്ക് ഫുൾ ബോഡിയിൽ ഒരു സുഖമുള്ള ഫീലിങ്സ് ആയിരിക്കും ഉണ്ടാവുക. ഇനി ഇത് ചില ഭാഗങ്ങളിൽ നമുക്ക് ഫീൽ ചെയ്യുന്നതിനെ കുറിച്ചാണ്. സാഡ്നെസ് ആണെങ്കിൽ നമുക്ക് ചെസ്റ്റിൽ പെയിൻ ആയിട്ട് ബോഡി ഫുൾ പെയിൻ വരും. അത് കുറെ നാൾ ദൂരം പോയി കഴിഞ്ഞാൽ സാഡ്നെസ് ഒക്കെ കുറെ നാൾ പോകുന്നവർക്ക് അകാരണമായ വേദനയായിരിക്കും. ജോയിന്റ്സ് ഫുൾ പെയിൻ ഉണ്ടായിരിക്കും, നെഞ്ചിനകത്ത് വേദനയും കൊണ്ട് വരുന്നവരുണ്ടാകും. നെയ്സൽ ബ്ലോക്കേജ് ഉണ്ടാവും. ആരെങ്കിലും അത് ചിന്തിക്കും സാഡ്നെസ്? കാരണം എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ സങ്കടം ഉള്ളിലുണ്ട് പക്ഷെ കരയുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ലാക്രിമൽ ഈ ഒരു ഏരിയയിൽ നമുക്ക് ആ ബ്ലോക്ക് ഉണ്ടായിട്ട് ആ സൈനസിൽ ആ ഒരു നെയ്സൽ ബ്ലോക്കേജ് ഉണ്ടാവുന്നുണ്ട്. അതുപോലെ ശ്വാസതടസ്സം ഉണ്ടാവും, മനസ്സിലായി. സാഡ്നെസ് ഇങ്ങനെ ഉള്ളിൽ ഇങ്ങനെ അടക്കി വെക്കുമ്പോൾ നമുക്കൊരു വിമ്മിഷ്ടം. അതുപോലെ ആങ്കർ, സ്കിൻ റാഷസ് ഉണ്ടാക്കുന്നുണ്ട്, അറിയോ? അത് ആയുർവേദത്തിന് വേറെ ഒരു എക്സ്പ്ലനേഷനും കൂടെ ഉണ്ട് അതിന് വേണ്ടിയിട്ട്.
പിത്തവൃദ്ധി ഉണ്ടാക്കിയിട്ട് അങ്ങനെയാണ്. ആങ്കർ എന്ന് പറഞ്ഞ ദേഷ്യം എന്ന് പറയുമ്പോൾ പിത്തം വർദ്ധിക്കുന്നു എന്നൊക്കെ പറയാം. അങ്ങനെ ബേണിംഗ് സെൻസേഷൻ ഉണ്ടാവുന്നു, സ്കിൻ റാഷസ് ഉണ്ടാവുന്നു, അങ്ങനെ. പിന്നെ ഫിയർ, ഇറിറ്റബിൾ ബവൽ സിൻഡ്രോം, ബാത്റൂമിൽ പെട്ടെന്ന് പേടി വരുമ്പോൾ അയ്യോ ബാത്റൂമിൽ പോകണം എന്ന് തോന്നിയിട്ടുള്ള ബാത്റൂമിൽ പോക്ക്, കുറേ ദൂരം പോയി കഴിയുമ്പോൾ അത് ഇറിറ്റബിൾ ബവൽ സിൻഡ്രോം, ക്രോൺസ് ഡിസീസ് എന്നൊക്കെ പറഞ്ഞ ഓരോ അസുഖങ്ങളായിട്ട് തന്നെ ഇൻഡസ്റ്റൈനുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്നു. ഗ്യാസ് ട്രബിൾ, എപ്പോഴൊക്കെ സ്ട്രെസ് ഉണ്ടാകുന്നുണ്ട് ഒരു കുന്ന് ഗ്യാസ് നമ്മുടെ വയറ്റിൽ ഉണ്ടാകുന്നുണ്ട്. ചിലവർ നമ്മുടെ അടുത്ത് വരുന്ന ഒരു ഗ്യാസ് ട്രബിൾ ആ ഡോക്ടറെ എന്ന് പറഞ്ഞായിരിക്കും വരുന്നത്. പക്ഷെ അപ്പം നമ്മൾ സംസാരിക്കുമ്പോൾ മനസ്സിലാവും കൗൺസിലിങ്ങിന്റെ ആവശ്യമുണ്ടെന്ന്. കൗൺസിലിംഗ് ആണ് എനിക്ക് ഗ്യാസ് ട്രബിൾ എന്തിനാ കൗൺസിലിംഗ് എന്ന് ചോദിക്കും. പക്ഷെ സംസാരിച്ച് വരുമ്പോൾ അറിയാം ഫുൾ ഓഫ് പ്രശ്നങ്ങളാണ്, എന്നും സ്ട്രെസ് എടുക്കുന്ന ആള്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവാം എപ്പോഴെങ്കിലും ഒക്കെ ഒത്തിരി ഒന്ന് സ്ട്രെസ് അടിച്ചിട്ടുണ്ടെങ്കിൽ വയറ് നിറച്ച് ഇങ്ങനെ ഗ്യാസ് പോലെ തോന്നും, നമുക്കിങ്ങനെ ഏമ്പക്കം വരുന്നതും അങ്ങനെയൊക്കെ ഒരു ഫീലിംഗ് ഉണ്ടാവും. പിന്നെ കോൾഡ്നെസ് ഓൾ ഓവർ ദ ബോഡി, പാൽപിറ്റേഷൻ, ഹൃദയടിപ്പ് കൂടുന്നത്. എനിക്ക് 2-3 പേഷ്യൻസ് ഉണ്ട് ഇപ്പം ഹൃദയടിപ്പാന്ന് പറഞ്ഞിട്ട് വരുന്ന ആളുകൾ. പിന്നെ ഗിൽറ്റ്, ബോളസ് ഇൻ ദ തോട്ട്, എന്ന് വെച്ചാൽ നമുക്ക് ഒരു കുറ്റബോധം വരുമ്പോൾ നമുക്ക് തൊണ്ടയിൽ ഇവിടെ എന്തോ ബ്ലോക്ക് ആയിരിക്കുന്ന പോലെ തോന്നും. കുറേ ദൂരം ഇങ്ങനെ പോകുന്ന ഒരു കുട്ടിക്കാലം തൊട്ട് ഇങ്ങനെ ഗിൽറ്റോ അല്ലെങ്കിൽ ഒരു ഷെയിം ഫീലിംഗ് ഉള്ളിൽ വെച്ചിരിക്കുന്ന കുട്ടികൾക്ക് കുറച്ച് നാൾ കഴിഞ്ഞ് കഴിയുമ്പോൾ തൈറോയിഡ് ഡിസ്ഫങ്ഷൻ ഇഷ്യൂസും ഹൈപ്പോതൈറോയിഡിസം ഒക്കെ ഉണ്ടാവുന്നുണ്ട്. അതുപോലെ തന്നെ ഹോപ്പ്ലെസ്നെസ്, ടയർഡ്നെസ്. ഇന്ന് രാവിലെ എനിക്ക് അയ്യോ ഹോപ്പ്ലെസ് ആയിട്ട് തോന്നി, ഇതൊക്കെ ഇനിയിപ്പോൾ ഞാൻ എപ്പോഴും എന്നെ കൊണ്ട് ഇതൊന്നും നടക്കില്ല എന്നുള്ള ഫീലിംഗ്. ടയർഡ്നെസ് ഓഫ് ദ ബോഡി, കംപ്ലീറ്റ് ഹെവിനെസ് തോന്നിപ്പോ. ഓക്കെ, ഞാൻ ചെറിയൊരു എക്സാമ്പിൾ പറയുന്നുള്ളതേ ഉള്ളൂ കേട്ടോ. ഇൻഡിസിസീവ്നെസ്, ഹെഡ് ഏക്കും, ഇൻസോംനിയ, BP, സ്ട്രെസ് അറ്റ് വർക്ക്, ഹെഡ് ഏക്ക്, നെക്ക് പെയിന്, ലോ ബാക്ക് പെയിൻ, ഒരുപാട് കേസസ്. അകാരണമായ പെടലി വേദന, നടുവേദന, നോക്കുമ്പോൾ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും കാണില്ല, വൈറ്റമിൻ D ഡെഫിഷ്യന്റ് ആയിരിക്കും, എങ്കിലും ഇത്രമാത്രം നടുവേദന വരേണ്ട ആവശ്യം എന്താണ്? ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ഇമോഷൻസും ഓരോ ഭാഗവുമായിട്ട് കണക്റ്റഡ് ആണ്. അതിനൊരു ചെറിയ എക്സ്പ്ലനേഷൻ അടുത്തായിട്ട് ഞാൻ പറയാം. ആ ഭാഗത്ത് മസിൽസ്, ഇപ്പൊ ഞാൻ എപ്പോഴും സ്ട്രെസ് എടുക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ എന്റെ നടുവിന്റെ ഭാഗത്തെ മസിൽസ്, നമ്മുടെ മസിൽ ഫുൾ ഇങ്ങനെ സ്പാസംഡ് ആയിരിക്കും, ഇങ്ങനെ എന്താ പറയാ, ഇങ്ങനെ പിടിച്ചിരിക്കും. ഓക്കെ, നടുവിന്റെ ഭാഗത്ത് പ്രത്യേകിച്ചും ഉണ്ടായിരിക്കും ആ ഒരു സ്ട്രെസ് അനുഭവപ്പെടും. ഈ നടുവിന്റെ മസിൽസിൽ കൂടാണ് നെർവ് സപ്ലൈയും ബ്ലഡ് സപ്ലൈയും ഒക്കെ നമ്മുടെ സ്പൈനൽ കോഡിന് വേണ്ടതും സ്പൈനൽ കോഡിൽ നിന്നുള്ളതും ഒക്കെ പാസ് ചെയ്ത് പോകുന്നു. അപ്പൊ ഇതിങ്ങനെ സ്ട്രെസ്ഡ് ആയിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ, മസിൽ ഇങ്ങനെ പിടിച്ചിരിക്കുമ്പോൾ നമ്മുടെ അങ്ങോട്ടേക്കുള്ള ബ്ലഡ് സപ്ലൈ കുറയാണ്. അപ്പൊ ബ്ലഡ് സപ്ലൈ കുറയുമ്പോൾ ശരിയായ രീതിയിൽ അവിടെ ഒരു എന്താ പറയാ, അവിടെ മസിൽസിന് വേണ്ട എനർജി അവർക്ക് കിട്ടാണ്ടാവുമ്പം അവിടെ മെറ്റബോളിസത്തിന് പ്രശ്നമുണ്ടാകും. മസിലിന്റെ ഫംഗ്ഷനിങ് ചോയ നേരം നടക്കാണ്ടാവും. ഓക്സിജൻ സപ്ലൈ കുറയുന്നുണ്ട് അങ്ങോട്ട്. ബ്ലഡ് അല്ലേ ഓക്സിജൻ കൊണ്ടുവന്ന് അങ്ങോട്ട് കൊടുക്കുന്നത്. മസിൽസിന് ഓക്സിജൻ കിട്ടാണ്ടാവുമ്പോൾ എന്താ പറ്റുക, അവിടെ ചില കെമിക്കൽസ് ഉണ്ടാവും. അതായത് കെമിക്കൽസ് നമ്മൾ പറയും ടോക്സിൻസ് എന്ന് പറയാം. ലൈക്ക് പെയിൻ ഇൻഡ്യൂസ് ടോക്സിൻസ്, ലൈക്ക് പെയിനെ ഉണ്ടാക്കാൻ പറ്റുന്ന കുറച്ച് ടോക്സിൻസ് അവിടെ, കെമിക്കൽസ് അവിടെ ഉണ്ടാവുന്നുണ്ട്. അങ്ങനെയാണ് ഈ നടുവേദന ഉണ്ടാകുന്നത്. എനിക്ക് ഒരു കേസ് ഉണ്ടായിരുന്നു. ആ കേസില് വിട്ടുമാറാത്ത നടുവേദന, നോക്കുമ്പോൾ വലിയ ഭാരിച്ച പ്രശ്നമൊന്നുമില്ല, അലോപ്പതി കഴിഞ്ഞു ആയുർവേദത്തിലെത്തി. അപ്പം ആദ്യം തന്നെ പറഞ്ഞോട്ടെ, ഞാൻ വൈദ്യരത്നത്തിനല്ല വൈദ്യമന്ദിരത്തിന് വേണ്ടിയിട്ടാണ് ഓൺലൈൻ കൺസൾട്ടേഷൻ നടക്കുന്നത്, തൃശ്ശൂരാണ്. അപ്പം അവര് ട്രീറ്റ്മെന്റ് ആയുർവേദം അവിടെ എടുത്തു. എന്നിട്ട് അവരെനിക്ക് റെഫർ ചെയ്തു. എന്നോട് പറഞ്ഞു ഒന്ന് സംസാരിച്ച് എന്ത് പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു എന്ന് പറഞ്ഞു. സംസാരിച്ചു തുടങ്ങിയപ്പോഴാണ് അറിയുന്നത് അവരൊരു നാർസിസ്റ്റിക് ആളുടെ കൂടാണ് ജീവിക്കുന്നത്. നാർസിസ്റ്റിക് ഇൻലോ, മദറിലോ ഇച്ചിരി നാർസിസ്റ്റിക് സ്റ്റൈലായിരുന്നു. അപ്പൊ അവരോട് ജീവിക്കുകയാണ് 10-21 വർഷമായിട്ട്. ആ 21 വർഷമായിട്ട് ജീവിക്കുന്ന ആളാണ് പുള്ളിക്കാരിക്ക് നടുവേദന വിട്ടുമാറാതെ. പിന്നീട് അവർക്ക് തെറാപ്പി കൊടുക്കേണ്ടി വന്നു. കാരണം കുറച്ച് ഓർമ്മകൾ ഉള്ളിൽ കിടക്കുന്നുണ്ടായിരുന്നു. അതിനെക്കുറിച്ച് ഡീൽ ചെയ്ത് കഴിഞ്ഞപ്പോൾ നടുവേദന സോൾവ് ആയി. അപ്പൊ അങ്ങനെ നടുവേദന, പെടലി വേദന ഒക്കെ വരുന്നത് എല്ലാം ആണെന്നല്ല, ഈ പറയുന്ന കാരണങ്ങൾ ഒരു വലിയ റീസൺ ആണ്. അകാരണമായി വേറെ കാരണങ്ങൾ, ഭാരിച്ച കാരണങ്ങളൊന്നും ഇല്ല, ചെറിയ തേയ്മാനങ്ങളൊക്കെ ഉള്ളൂ. പക്ഷെ പ്രസന്റേഷൻ ഭയങ്കര രീതിയിലാണെങ്കിൽ നിങ്ങൾ മനസ്സിന്റെ ചിന്തകളെ കൂടെ ഒന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇതൊക്കെ എക്സാമ്പിൾസ് ആണ് സൈക്കോസൊമാറ്റിക്കിന്. റിപ്രസ്ഡ് ആങ്കർ, നമുക്ക് ടെൻഷൻ, ഹെഡ് ഏക്സ് ഉണ്ടാകുന്നു, മൈഗ്രെയിൻ, ഓഫ് കോഴ്സ്, ക്രോണിക് ബാക്ക് പെയിൻ, ഫൈബ്രോമയാൽജിയ, വെറുതെ കാലും ദേഹം ഒക്കെ ഭയങ്കര വേദന, നീർക്കെട്ട്, സഹിക്കാൻ പറ്റാത്ത, ശരിക്കും വേദന ഉണ്ട് കേട്ടോ, അത് എക്സ്പീരിയൻസ് ചെയ്യുന്ന, അല്ലാണ്ട് പേഷ്യന്റ് കള്ളം പറയുന്നൊന്നും അല്ല. വേദന അവിടെ ഉണ്ടാവുന്നുണ്ട്. ഉണ്ടാവാനുള്ള കാരണങ്ങൾ നോക്കുകയാണെങ്കിൽ പിന്നാമ്പുറത്ത് ഒരുപാട് കാര്യങ്ങൾ ഉള്ളിൽ കാണും. അതുപോലെ തന്നെ ഹൈ ബ്ലഡ് പ്രഷർ, ഹാർട്ട് ഡിസീസ്, പിന്നെ ഇറിറ്റബിൾ ബവൽ സിൻഡ്രോം, ആസ് ഐ ഓൾറെഡി സെഡ്, മിട്രൽ വാൽവ് പ്രോബ്ലംസ്, ഹാർട്ട് ഇടിച്ചിടിച്ചിടിച്ച് അവസാനം വാൽവിനൊക്കെ മതിയാവും, വാൽവൊക്കെ തകർന്ന് തരിപ്പണമാവും. പേടിക്കണ്ട, ഇപ്പൊ ആർക്കെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഇപ്പൊ തകരൊന്നുമില്ല, ഫ്യൂച്ചറിലെ കഥകളാണ്. ഹാർട്ട് പാൽപിറ്റേഷന്, പിന്നെ ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡേഴ്സ്. ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് ഒരു കാരണവും ഇല്ലാണ്ട് ഉണ്ടാവുന്നതാണെന്നാണ് സയൻസ് പറയുന്നത്. പക്ഷേ ഒരു കാരണമില്ലാത്തത് എങ്ങനെയാ വരുന്നത് നോക്കുകയാണെങ്കിൽ അവരുടെ ഹിസ്റ്ററി, അവരെ ഒന്ന് സംസാരിക്കാൻ കിട്ടുകയാണെങ്കിൽ സംസാരിച്ചു തുടങ്ങുമ്പോൾ അറിയാൻ പറ്റും റൂട്ട് കോസസ് തൊട്ട് കാണും എന്തെങ്കിലുമൊക്കെ പ്രശ്നം കുട്ടിക്കാലം തൊട്ട്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ. വേറൊരു കേസ് ഉണ്ടായിരുന്നത് ഇതേപോലെ തന്നെയായിരുന്നു. 10-ാം വയസ്സിൽ
അവർ കണ്ടൊരു സ്വപ്നം വന്ന കേസ് വരാൻ കാരണം ഇത് പീരിയഡ്സ് വന്നു കഴിഞ്ഞാൽ ഫ്ലോ നിൽക്കുന്നേ ഇല്ല, കണ്ടിന്യൂസ് അങ്ങ് പോയിക്കൊണ്ടേയിരിക്കുക. അപ്പൊ 31 വയസ്സോളം ആയ കുട്ടിക്ക്, പക്ഷെ അതിങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുന്നു. അപ്പൊ മെഡിസിൻസ് കഴിച്ചു, ആയുർവേദം കഴിച്ചു, അലോപ്പതി കഴിച്ചിട്ട് മാറുന്നില്ല, തിരിച്ച് ആയുർവേദത്തിൽ വന്ന് പിന്നെ തിരിച്ച് പിന്നെയും നമ്മൾ അങ്ങോട്ട് പറഞ്ഞു വിട്ടു. അപ്പം എവിടുന്ന് ഒരു ന്യൂസ് കിട്ടി, കുട്ടിക്ക് എന്തൊക്കെയോ വിഷമങ്ങളൊക്കെ ഉണ്ടോ, സംസാരിക്കുമോ എന്ന് ചോദിച്ചു. അപ്പൊ ആ കുട്ടിയോട് സംസാരിച്ചപ്പം ഓക്കെ കുറെ കാര്യങ്ങളുണ്ടെന്ന് അറിയാം. ഇപ്പൊ തെറാപ്പി കൊടുത്തപ്പോഴാണ് അറിയുന്നത് 10ാം വയസ്സിൽ ആ കുട്ടി ഒരു സ്വപ്നം കണ്ടു. അത് ഭയങ്കര ഫിയർ ഇൻഡ്യൂസിങ് ആയിരുന്നു. ആ കുട്ടീനോട് പറയുമ്പോൾ തന്നെ ആ കുട്ടി വെട്ടി കൊന്ന പോലെ കരയാ. 10ാം വയസ്സിൽ കണ്ട ഇപ്പൊ 31 വയസ്സായി. എന്നിട്ട് എന്നോട് പറയുന്നുണ്ട് എല്ലാ ദിവസവും ഇവർ ഈ സ്വപ്നം കണ്ട് ഓർത്തിട്ട് പേടിക്കുക. അപ്പൊ ഈ പേടി വരുന്ന ആ ചിന്ത, അന്നേരം ആ പേടിയെ മനസ്സിൽ കൊണ്ടുവരുമ്പോൾ തന്നെ ആ കുട്ടിയുടെ വയറിന്റെ അടിയിൽ കത്തുന്ന ഫീലിംഗ് ഉണ്ടാകുന്നത്, അടിവയറ്റിൽ കത്തൽ. അപ്പൊ അത് നമ്മൾ സോർട്ട് ഔട്ട് ചെയ്ത് കൊടുത്തു. ഈ അടിവയറ്റിലെ കത്തലും ഈ പീരിയഡ്സും തമ്മിലുള്ള റിലേഷൻഷിപ്പ് നമുക്ക് വേറൊരു ആസ്പെക്റ്റിൽ പിന്നെ കാണേണ്ടി വരും. അപ്പം അത് പിന്നെ സോർട്ട് ഔട്ട് ചെയ്തു. അപ്പൊ ഒരു ചിന്ത എത്രയോ നാളായിട്ട്, ഇത്രയും വർഷമായിട്ട് വന്നപ്പം അത് അതിന്റെ ദഹത്തുണ്ടാവുന്ന അവസാനം അത് എന്തിൽ വന്ന് അവസാനിക്കുന്നു എന്നുള്ളതിന്റെ ഒരു വലിയൊരു കാര്യമാണിത്. ഇവിടെ എനിക്ക് എപ്പോഴും എനിക്ക് തോന്നുന്നു എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ട്. കാരണം എനിക്ക് ഈ ഗൂഗിൾ മീറ്റിൽ ശരിക്കും പറഞ്ഞാൽ ഇനിയിപ്പോൾ ഇത് പുറമോട്ട് പോയത് പോകുമെന്ന് സംശയമാണ്. ഞാൻ തിരിച്ചങ്ങോട്ട് ഇരുന്നില്ല. ഓക്കെ, ക്വസ്റ്റ്യൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ലാസ്റ്റിൽ ക്ലാരിഫൈ ചെയ്യാം കേട്ടോ. ഓക്കെ, എനിക്കിവിടെ ഈ പറയുന്ന ഇമോഷൻസിനെ എങ്ങനെയാണ് ബോഡിയിൽ ഫീൽ ചെയ്യുന്നതെന്നുള്ളതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ എനർജി സെന്റേഴ്സ് വഴി പറയുന്നതാണ് താല്പര്യം. ആയുർവേദ ആയതുകൊണ്ടായിരിക്കാം. മോഡേണിൽ എനിക്ക് ഇതിനെ എക്സ്പ്ലെയിൻ ചെയ്താൽ ഞാൻ ആദ്യം കുറെ കാര്യങ്ങൾ പറഞ്ഞു തന്നല്ലോ, അതൊക്കെ തന്നെയാണ് എക്സ്പ്ലനേഷൻ. എങ്കിൽ എനർജി സെന്റേഴ്സ് അല്ലെങ്കിൽ ചക്രാസ് എന്നാണ് നമ്മൾ പറയുന്നത്. ഇതിനെ നമുക്ക് നമ്മുടെ കണ്ണുകളോട് കാണാൻ പറ്റില്ല. എവിടെയാണെന്ന് ചോദിച്ചാൽ എനിക്ക് കാണിച്ചു തരാൻ പറ്റില്ല. ഓക്കെ, സ്പൈനൽ കോഡിലാണ് ഉള്ളത്. അത് സുഷുമ്ന നാഡി എന്ന് പറയും. എനിക്കൊന്നും ഒരു ഒട്ടുമിക്കാലം എന്നെക്കാൾ നല്ലോണം അറിയാവുന്നവർ ഇവിടെ കാണും കേട്ടോ. എങ്കിലും എന്റെ ഒരു ചെറിയ എക്സ്പ്ലനേഷൻ, സുഷുമ്ന നാഡിയിൽ ഒരു ശരിക്കും എനർജി സെന്റേഴ്സ് ഒരുപാടുണ്ട് കേട്ടോ. എനിക്കൊന്ന് അറൌണ്ട് 88,000 എനർജി സെന്റേഴ്സ് നമ്മുടെ ബോഡിയിൽ തന്നെ ഉണ്ട്. പക്ഷെ മെയിൻ ആയിട്ട് 7 എണ്ണമാണുള്ളത്. ഈ 7 എണ്ണം നമ്മുടെ സ്പൈനൽ കോഡിലാണെന്ന് പറയപ്പെടുന്നു. ഓക്കെ, ഇതിനെ ചക്രാസ് എന്ന് വിളിക്കാൻ കാരണം അതിങ്ങനെ വട്ടത്തിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്നു എന്നാണ് പറയുന്നത്. പക്ഷെ നമ്മുടെ ഈ കണ്ണുകൾ കൊണ്ട് കാണാൻ കഴിയില്ല. ഓക്കെ, നമ്മുടെ ബോഡിയിൽ നോർമൽസിയിൽ ഇരിക്കുന്ന ഒരു വ്യക്തിയിൽ ഈ എനർജി ഇങ്ങനെ താഴേന്ന്, അതായത് മൂലാധാരത്തെ ഒട്ട് താഴേന്ന് മേളിലോട്ട് ഇങ്ങനെ ഉയർന്നും പിന്നെ കറങ്ങി അടിച്ച് പിന്നെയും താഴെ, ഇങ്ങനെ ഒരു സർക്കുലർ ഫ്ലോയിൽ ഇതിങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുകയാണ് സൈക്കിളായിട്ട്. ഓക്കെ, ഇവിടെ ഇതാണ് നോർമൽസി. ഒരു ഹെൽത്തി മനുഷ്യന്റെ ബോഡിയിൽ ഇങ്ങനെയായിരിക്കും. ഈ എനർജി സെന്റേഴ്സിൽ കൂടെ ഒക്കെ എനർജി, നമ്മുടെ ബോഡിയുടെ ഉള്ളിൽ കൂടെ എപ്പോഴും ഒരു എനർജി ഫ്ലോ ഉണ്ട്, പ്രാണയുടെ ഫ്ലോ ഉണ്ട്. എനിക്ക് തോന്നുന്നു ദയാൽ സാർക്ക് ഒരുപാട് ഇതിനെക്കുറിച്ചൊക്കെ സംസാരിക്കുന്ന ആൾക്കാരല്ലേ. സോ എന്തായാലും നിങ്ങൾക്ക് എന്നെക്കാളും ചിലപ്പോൾ ഇതിനെക്കുറിച്ച് അറിവുണ്ടാവാം. ഓക്കെ, എങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ എവിടെയെങ്കിലും ഒരു ബ്ലോക്ക് ഉണ്ടായാൽ ആ ഒരു ഏരിയയിലെ റിലേറ്റ് ചെയ്യുന്ന ഓർഗൻസിന് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു എന്ന് നമ്മുടെ ചക്ര ഇത് പഠിക്കുമ്പോൾ പഠിക്കുന്നുണ്ട്. ഇനി ഇത് ഏതൊക്കെയാണ്? ഇതിൽ ഓരോ എനർജി സെന്റേഴ്സിനും ഓരോ ഇമോഷൻസുമായിട്ട് ലിങ്ക്ഡ് ആണ്. ഫസ്റ്റ് വൺ മൂലാധാര ചക്ര, അതുപോലെ പിന്നെ സ്വാധിഷ്ഠാന, ദെൻ കംസ് മണിപ്പൂര, പിന്നെ ഇത് അനാഹത ചക്ര, വിശുദ്ധ ചക്ര, ആജ്ഞാചക്ര, സഹസ്രാര ചക്ര. സഹസ്രാര ചക്ര മാത്രം നമ്മുടെ ശരീരത്തിന്റെ, നമ്മുടെ തലയ്ക്ക് മീതെയുള്ള ഒരു പോയിന്റിലായിട്ടാണ് അത് നിൽക്കുന്നത്. ബാക്കിയെല്ലാം വെർട്ടിബ്രയില് സ്പൈനൽ കോഡിലാണ് കാണപ്പെടുന്നത്. ഈ ഓരോ ഭാഗങ്ങളും ഓരോ ഇമോഷൻസുമായിട്ട് റിലേറ്റഡ് ആണ്. ലൈക്ക് സ്പിരിച്വാലിറ്റി, അവയർനെസ്, കമ്മ്യൂണിക്കേഷൻ, ത്രോട്ട് ചക്ര. ലവ് എന്ന് പറയുന്ന ഹൃദയത്തിൽ നമ്മൾ ലവ് എന്ന് കേൾക്കുമ്പോൾ എപ്പോഴും ഹാർട്ടിന്റെ സൈൻ കൊടുക്കുന്നുണ്ട്. എന്തിനാണ് നിങ്ങൾ ആയാലും ചിന്തിച്ചിട്ടുണ്ടോ? എന്തുകൊണ്ട് ലിവറിന്റെ സൈൻ കൊടുക്കുന്നില്ല? എന്തുകൊണ്ട് കിഡ്നിയുടെ സൈൻ കൊടുക്കുന്നില്ല? അല്ലേ? അപ്പം ലവ് എന്ന് പറയുന്നത് ഹൃദയം എന്ന് പറയുന്നതാണ് സീറ്റ് ഓഫ് ലവ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ വിസ്ഡം, അതുപോലെ തന്നെ ഈ പറഞ്ഞ പോലെ ട്രസ്റ്റ്, കമ്മ്യൂണിക്കേഷൻ, ഇതെല്ലാം ഓരോ ഭാഗങ്ങളുമായിട്ട് റിലേറ്റഡ് ആണ്. ഇവിടെ എവിടെയെങ്കിലും ഒരു അടി കിട്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ നമുക്ക് എനർജി ബ്ലോക്ക്. ഫോർ എക്സാമ്പിൾ ലവ്, നമ്മൾ വളരെയധികം സ്നേഹിക്കുന്ന ഒരു വ്യക്തി നമ്മളെ ഇട്ടേച്ചു പോയി, അല്ലെങ്കിൽ നമ്മളെ വിഷമിപ്പിച്ചു, ഇമ്മീഡിയറ്റ്ലി നമുക്ക് എന്താ തോന്നുക? നെഞ്ചിന്റെ ഇവിടെ ഒരു ഭാരം, ഒരു വേദന ഒക്കെ ആയിരിക്കും തോന്നുന്നത്, അല്ലെ? അതിന്റെ അർത്ഥം ഇവിടെയാണ് ആ ഒരു ബ്ലോക്ക് ഉണ്ടായിരിക്കുന്നത് എന്നുള്ള. ഇതിനെ അപ്പം ഇവിടുന്ന് നോർമലി താഴേന്ന് നോർമലി ഫ്ലോ ചെയ്യേണ്ട എനർജി ഇവിടെ വരുമ്പോൾ ബ്ലോക്കായി പോവാം, ഫർദർ മുകളിലോട്ട് പോകുന്നില്ല, ഇവിടെ തന്നെ നിൽക്കും. ഇവിടെ തന്നെ നിന്ന് കാലങ്ങളോളം അത് ഗ്രീഫിൽ കൂടെ തന്നെ പോകുന്ന വ്യക്തി ആ ഒരു ഏരിയ റിലേറ്റ് ചെയ്യുന്ന അസുഖങ്ങളിലേക്ക് വന്ന് അവസാനിക്കും. ലങ്സും ഹാർട്ടും അങ്ങനെ കുറെ ഏരിയാസ് ഉണ്ട് അവിടെ. ആ ഒരു ഏരിയയുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന അസുഖങ്ങൾ വന്ന് അവസാനിക്കുന്നു. അതുപോലെ തന്നെ ഇപ്പം ത്രോട്ട് ചക്ര എന്ന് പറയാം, അത് നമ്മളിപ്പം നമുക്ക് നമ്മളെ തന്നെ ഒന്ന് വിശദീകരിച്ച് കൊടുക്കാൻ പറ്റില്ല, നമ്മളെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ തന്നെ ഈ പറഞ്ഞ എന്തെങ്കിലും തെറ്റ് പറഞ്ഞു പോയി അതിന്റെ ഒരു ഗിൽറ്റി ഫീലിംഗ്, ഇതൊക്കെ വരുമ്പോൾ ഇവിടെ നമുക്ക് ത്രോട്ടിൽ എന്തോ
ഇരിക്കുന്നത്. അത് ഇവിടെ ആയിരിക്കും ആ എനർജി ബ്ലോക്ക് ഉണ്ടാകുന്നത്. കള്ളം പറഞ്ഞു, കമ്മ്യൂണിക്കേഷൻ, മനസ്സിലായോ? അപ്പൊ പിന്നെ മുകളിലോട്ടൊരു ഫ്ലോ ഉണ്ടാകുന്നില്ല. അപ്പൊ പിന്നീട് ഭാവിയിൽ ഈ ഒരു ഏരിയ റിലേറ്റ് ചെയ്ത അസുഖങ്ങൾ ഉണ്ടാവുന്നു. അങ്ങനെ എനർജി ഓരോ ഇമോഷൻസും ഓരോ സെന്റേഴ്സുമായിട്ട് റിലേറ്റഡ് ആണ്. ഇനിയിപ്പോ മോഡേണിൽ പറഞ്ഞു കഴിഞ്ഞാൽ പ്ലക്സസ് എന്ന് പറയും. അതായത് നമ്മുടെ ശരീരത്തിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് കുറെ പ്ലക്സസ് ഉണ്ട്. ഇവര് ശരിക്കും ചക്രാസിനെ നമ്മൾ മോഡേൺ സയൻസിലെ എൻഡോക്രൈൻ സിസ്റ്റവുമായിട്ടാണ് കണക്ട് ചെയ്യുന്നത്, ഗ്ലാൻസിന്റെ സിസ്റ്റവുമായിട്ടാണ് കണക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഈ പറയുന്ന ഓരോ പ്ലക്സസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രൂപ്പ് ഓഫ് നെർവ്സും ഈ പറഞ്ഞ ഭാഗങ്ങളിലൊക്കെ ഒരു കൂട്ടം നെർവ്സും അതിനെ കൺട്രോൾ ചെയ്യുന്ന ഒരു ഗ്ലാൻഡും ഉണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം ആ ഒരു ഗ്ലാൻഡും ഓരോ ഇമോഷൻസും തമ്മിൽ ബന്ധമുണ്ട്. ഓരോ ഗ്ലാൻസും ഓരോ പർട്ടിക്കുലർ ഇമോഷനും തമ്മിൽ ബന്ധമുണ്ട്. അതുകൊണ്ടല്ലേ നമുക്ക് എന്തുകൊണ്ടാണ് പെട്ടെന്ന് പേടി വരുമ്പോൾ പെട്ടെന്ന് വയറ്റിന് അതിൽ പ്രശ്നം ഉണ്ടാകുന്നത്? എന്തുകൊണ്ട് നമുക്ക് വേറെ പ്രശ്നം, കൈക്ക് പ്രശ്നം ഉണ്ടാകുന്നില്ല, അല്ലെങ്കിൽ വേറെ തലയ്ക്ക് പ്രശ്നം ഉണ്ടാകുന്നില്ല? ചിലർക്ക് ഇനി ആരെങ്കിലും വിഷമിപ്പിച്ചപ്പോ എന്തിനാ ഹൃദയത്തിൽ വേദന, നെഞ്ചിൽ വേദന എടുക്കുന്നത് എന്തിനാ? ആരെങ്കിലും നമ്മൾ സ്നേഹിച്ച് നഷ്ടപ്പെട്ടു പോയവരെ കുറിച്ച് ഓർക്കുമ്പോൾ നെഞ്ചിൽ എന്തിനാ ഭാരം തോന്നുന്നത്? അപ്പം എന്തുകൊണ്ട് വയറ്റിൽ തോന്നുന്നില്ല, അല്ലെങ്കിൽ കാലിൽ എന്തുകൊണ്ട് തോന്നുന്നില്ല? സോ ഇത് ഓരോ ഇതും ഓർഗൻസുമായിട്ട് റിലേറ്റഡ് ആണ്. അപ്പം അങ്ങനെയാണ് മോഡേൺ സയൻസിലെ എക്സ്പ്ലനേഷൻ വരുന്നത്. ഇപ്പം ഒരു ഇമോഷൻ ഒരു ചിന്ത കുറേ നാളെടുത്ത് അത് ഇമോഷനായി മാറി. ആ ഇമോഷനിൽ നിന്ന് മാറാതിരുന്ന ഒരു വ്യക്തി പെരിയ അസുഖക്കാരനായി മാറി. ഒരു അസുഖത്തിൽ വന്ന് അവസാനിക്കുന്നു. അവസാനം നമ്മുടെ അടുത്ത് എത്തുമ്പോൾ അസുഖമായിട്ടായിരിക്കും എത്തൽ എപ്പോഴും. അപ്പൊ മാനേജ്മെന്റ് ഓഫ് സൈക്കോസൊമാറ്റിക് ഡിസീസസ് എങ്ങനെയാണ്? ഇപ്പൊ അന്നേരം ഉണ്ടാവുന്ന അസുഖം എന്താണോ അതിനനുസരിച്ചുള്ള മെഡിക്കേഷൻസ് കൊടുക്കണം. ചിലപ്പം വേദന, ഇപ്പം ആയുർവേദ പ്രകാരമായ കാര്യങ്ങൾ ഞാൻ പറയാം, ഇവ വാതഹരമായ കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ പിത്തഹരമായ. അപ്പൊ നമ്മൾ ആ സിറ്റുവേഷൻ, സ്കിൻ റിലേറ്റഡ് ആണോ ഇഷ്യൂസ് ഉള്ളത്, അനുബന്ധിച്ചുള്ള ട്രീറ്റ്മെന്റ് കൊടുക്കും. ഇനിയിപ്പം അലോപ്പതിയിലായാലും സെയിം തന്നെ കേട്ടോ. അവര് അനുസ്പദമായി അതിനോടുള്ള ചേർന്നിട്ടുള്ള മെഡിസിൻസ് കൊടുക്കുക, മെഡിക്കേഷൻസ് ആവശ്യമുള്ളതിന്. പിന്നെ ഓഫ് കോഴ്സ് യു ഹാവ് ടു ഗോ ഫോർ കൗൺസിലിംഗ്. ആയുർവേദ ആയതുകൊണ്ട് ആയുർവേദ സൈക്കോതെറാപ്പി എന്ന് എഴുതിയേക്കുന്നത് കേട്ടോ. ഏത് തെറാപ്പി ആയാലും യു ഹാവ് ടു ടേക്ക്. കൗൺസിലിംഗ് നമ്മളെ കൊണ്ട് ഒറ്റയ്ക്ക് ഇതൊന്നും മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല. ഈ ഗ്രൂപ്പിലുള്ളവരെ കുറിച്ച് പറയാം. ഇവിടെ ഇപ്പോൾ ഒരു അറിവായി, ഇതൊക്കെയാണ് എന്റെ അസുഖത്തിന് കാരണം എന്ന് കണ്ടു കഴിഞ്ഞാൽ ആരെയായാലും ഗോ ആൻഡ് മീറ്റ് ആൻഡ് ഓപ്പൺലി സ്പീക്ക്. ഒരു ഹെൽപ്പ് ചോദിക്കുക, അതിന് തെറാപ്പി എടുക്കുക. പിന്നെ എന്റെ മെയിൻ ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ സ്വന്തം ലൈഫ് സ്റ്റൈൽ ചേഞ്ച് ചെയ്യുക. ഒരിക്കൽ തെറാപ്പിയും കൗൺസിലിംഗും കഴിഞ്ഞ് എല്ലാം സെറ്റായി എന്ന് ആലോചിക്കേണ്ട. നമ്മുടെ ഒരു ശീലമുണ്ട്, ആ ശീലത്തിലേക്ക് പിന്നെ തിരിച്ചു പോവാം. അതുകൊണ്ട് ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് ഇസ് വെരി മച്ച് ഇമ്പോർട്ടൻറ്റ്. മെഡിറ്റേഷനും എക്സസൈസ്, യോഗ, ഡയറ്റ്, സ്ലീപ്പ് ഇതൊക്കെ കറക്റ്റിനാക്കി കൊണ്ടുപോവാം. രാത്രി പാതിരാത്രിയോളം കുത്തിയിരുന്ന് വെളുപ്പിനെ ആകുമ്പോൾ കിടന്ന് ഉറങ്ങി ആ ഒരു ശീലമൊക്കെ മാറ്റുക. കാരണം സ്ലീപ്പിൽ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവേണ്ട ഹോർമോൺസ് ഒക്കെ അവിടെ മിസ്സാകുകയാണ് നിങ്ങൾക്ക്. അപ്പം അത് ആലോചിക്കുക. എന്റെ ഫേവറേറ്റ് സെഷനിലേക്ക് പോവാം, മെഡിറ്റേഷൻ. മെഡിറ്റേഷൻ എന്ന് പറയുന്നത് ഈ ഒരു കാര്യത്തിൽ നമ്മുടെ ചിന്തേനെ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. ഇവിടുത്തെ ഏറ്റവും വലിയ വില്ലൻ തോട്ട്സ് ആണേ. തോട്ടീന്നാണ് ഇതൊക്കെ തുടങ്ങി വെച്ചേക്കുന്നത് അല്ലേ? അപ്പം ഈ ചിന്ത അറിയണമെങ്കിൽ നമ്മൾ മെഡിറ്റേഷൻ എന്ന് പറഞ്ഞ കാര്യത്തിലേക്ക് പോകണം. മെഡിറ്റേഷൻ കേൾക്കുമ്പോൾ ഇപ്പൊ എല്ലാവരും ഓർക്കും എന്റെ മുഖം കാട്ടിപ്പോയിരിക്കണം. അങ്ങനൊന്നും അല്ല. മെഡിറ്റേഷനെ ഞാൻ സപ്പോർട്ട് ചെയ്യുന്ന മൈൻഡ്ഫുൾനെസ് മെഡിറ്റേഷൻ ആണ്. കാരണം എങ്കിൽ മാത്രമേ നമ്മുടെ ഉള്ളിൽ എന്താണ് നടക്കുന്നത് നമ്മൾ അറിയുള്ളൂ. നമ്മൾ ഒരിടത്ത് ഇരുന്ന് സൈലന്റ് ആയി ഇരിക്കുമ്പോഴാണ് എന്റെ ചിന്ത എന്താണെന്ന് അറിയുള്ളൂ. എനിക്ക് എന്റെ ചിന്തേനെ ഹോൾഡ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് അറിയുള്ളൂ. ഒരു പോയിന്റിൽ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ഉടനെ ചാടിപ്പോവും ഏതെങ്കിലും ഒരു നെഗറ്റീവ് തോട്ടിലേക്ക്. മനസ്സിലായി? അപ്പം അപ്പോഴാണ് നമ്മൾ അറിയുക നമ്മൾ ഇതിന് മാത്രം വൃത്തിയറ്റ കാര്യങ്ങളാണോ ചിന്തിക്കുന്നത്, ഇത്രയും നെഗറ്റീവായ കാര്യങ്ങളാണോ ചിന്തിക്കുന്നത് എന്നൊക്കെ മനസ്സിലാവും. അപ്പം അതിനെ മനസ്സിലാക്കുക എന്നുള്ളത് മാത്രമാണ് മെഡിറ്റേഷനും കൊണ്ട് ഇവിടെ ഞാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. മെഡിറ്റേഷൻ ശീലമാക്കുക, ദാറ്റ് ടു മൈൻഡ്ഫുൾനെസ് മെഡിറ്റേഷൻ. ഇനി ഈ മെഡിറ്റേഷൻ ശീലിക്കുന്നത് കൊണ്ട് തോട്ടിനെ ചെക്ക് ചെയ്യുന്നത് മാത്രമല്ല, തോട്ട് ഉണ്ടാകുന്നത് അറിയുന്നത് മാത്രമല്ല, കുറെ ചേഞ്ചസ് സംഭവിക്കുന്നുണ്ട് ബ്രെയിനിനുള്ളിൽ. പുതിയ ന്യൂറൽ പാത്വേസ് ഉണ്ടാവുന്നുണ്ട്. അതുപോലെ തന്നെ ഹാപ്പി ഹോർമോൺസ് റിലീസ് ചെയ്യുന്നത്, സെറട്ടോണിൻ, ഓക്സിറ്റോസിൻ, എൻഡോർഫിൻ, DHE എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സെല്ലിന്റെ ദൈർഘ്യം കൂട്ടുന്ന, സെല്ലിന്റെ ലോഞ്ചിറ്റിവിറ്റി, അതായത് സെല്ലിന്റെ നാശത്തെ പ്രിവെന്റ് ചെയ്ത് കുറെ ദൂരം കൂടെ കൊണ്ടുപോകുന്ന. ചിലരെ കാണുമ്പോൾ ഒട്ടും പ്രായം തോന്നില്ല എന്നൊക്കെ നമ്മൾ പറയില്ലേ. അതുപോലെ തന്നെ നമ്മുടെ ഈ ഓവംസും സ്പേമും ഒക്കെ ഉണ്ടാവാൻ നല്ല ഓവംസും സ്പേമും അതിന്റെ ഡ്യൂറബിലിറ്റി കൂട്ടാനും ഒക്കെ മെഡിറ്റേഷൻസ് ഒരുപാട് സഹായിക്കുന്നുണ്ട് കേട്ടോ. ഗ്രോത്ത് ഹോർമോണിനെ നന്നാക്കുന്നുണ്ട്. അതുപോലെ തന്നെ മെലറ്റോണിൻ, സെറട്ടോണിൻ, ഉറക്കം ശരിയാക്കാനുള്ളത് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഈ ഒരു മെഡിറ്റേഷന്റെ ഒറ്റ ശീലം കൊണ്ട് ഇത്രയും ഹോർമോൺസ്, ഹാപ്പി ഹോർമോൺസ് ഒരുമിച്ച് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മുടെ അടുത്ത വില്ലൻ നെഗറ്റീവ് തോട്ട് ഉണ്ടെന്ന് നമ്മൾ മെഡിറ്റേഷനിൽ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കാരണം ഇപ്പൊ നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നു തോട്ടാണ് പിന്നെ ഫീലിങ്സ് ആയി മാറുന്നത്, ഫീലിങ്സ് പിന്നെ നമ്മുടെ ബിഹേവിയർ ആയി മാറുന്നു, പിന്നെ അത് തോട്ടായി മാറുന്നു. അങ്ങനെ നമ്മൾ ഈ ഒരു ഊരാക്കുടുക്കിൽ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയല്ലേ. അപ്പൊ ഈ മേളിലുള്ള ഈ സാധനത്തിനെ എങ്ങനെ നമുക്ക് കൺട്രോൾ ചെയ്യാം? തോട്ടിനെ. മൈ ഫേവറേറ്റ് ഏരിയ
ഹൗ ടു റീഫ്രെയിം തോട്ട്സ്. ഒരുവിധം മൈൻഡ് പ്ലസിലുള്ളവരൊക്കെ ജോയിൻ ചെയ്തിട്ടുണ്ടെന്ന് മിക്കവാറും എല്ലാവർക്കും കാണാപ്പാടായിരിക്കും ഇത്. ഹൗ ടു റീഫ്രെയിം യുവർ തോട്ട്സ് അല്ലെ. ഓരോ മണിക്കൂറും ഇടവിട്ട് അലാറം വെച്ച് ഞാൻ എന്താ ചിന്തിക്കുന്നതെന്ന് ശ്രദ്ധിക്കുക. വളരെ ആവശ്യമുള്ള ഒരു പരിപാടിയാണ്. ഇപ്പൊ എല്ലാവർക്കും ചിലർക്ക് ദേഷ്യം പിടിക്കുകയായിരിക്കും, പക്ഷെ ഇത് ചെയ്താലേ നമുക്കറിയുള്ളൂ നമ്മൾ എത്രത്തോളം മോശമായിട്ടാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മളെക്കുറിച്ചും നമ്മുടെ ഭാവിയെക്കുറിച്ചും ഒക്കെയുള്ള ആ തോട്ട് കാരണം നമ്മുടെ ശരീരത്തിൽ പിന്നുണ്ടാവുന്ന മാറ്റേഴ്സിനെ കുറിച്ച് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തില്ലേ. സോ 1 മണിക്കൂർ ഇടവിട്ട് ചെക്ക് ചെയ്താൽ എന്താ, നമ്മൾ രക്ഷപ്പെടുമെങ്കിൽ നന്നായില്ലേ. ഒരിക്കൽ അത് ചെക്ക് ചെയ്ത് നെഗറ്റീവ് തോട്ടാന്ന് മനസ്സിലാക്കിയ ഒട്ടനെ അതിനെ റീഫ്രെയിം ചെയ്യുക. റീഫ്രെയിം ചെയ്യുന്ന പോസിറ്റീവായിട്ട് ചിന്തിക്കുക. തോട്ട്സ് ഒന്നുമല്ല, അത് ജസ്റ്റ് ടി-വിയിൽ പ്ലേ ചെയ്യുന്ന ഒരു സീൻ പോലെയേ ഉള്ളൂ. നമ്മൾ അതിനെ മാറ്റിക്കഴിഞ്ഞാൽ അത് മാറിപ്പോവും. ഇമീഡിയറ്റ്ലി ശീലമായവർക്ക് പെട്ടെന്നൊന്നും മാറുന്നില്ല, അത് റിപ്പീറ്റഡ് ആയിട്ട് ചെയ്യുമ്പോൾ മാറും. ഓക്കെ, അതിന് കുറെ ടെക്നിക്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ വിഷ്വലൈസേഷൻ, നമ്മൾ ആ പോസിറ്റീവായ തോട്ട് കൊണ്ടുവന്നത് നമ്മൾ ചെയ്യുന്നതായിട്ടൊന്ന് വിഷ്വലൈസ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ, ഇന്ന് രാവിലെ തന്നെ ഇപ്പം അത്രയും പണിയുണ്ട്, അയ്യോ ഇനി ഞാൻ എന്ത് ചെയ്യുന്ന ആലോചിക്കുമ്പോൾ ഇമീഡിയറ്റ്ലി ദാറ്റ് ഈസ് ഓക്കെ, ഇതിപ്പോ ഞാൻ അപ്പൊ സ്കെച്ച് ഇട്ടാ പോരെ, ഇതെനിക്ക് ചെയ്യാമല്ലോ, എന്റെ കാര്യം അതോടെ അവിടെ സോൾവ് ആയി. ലൈക്ക് എനിക്കിത് അറിയാവുന്നതുകൊണ്ട് ഇതിങ്ങനെ മുന്നോട്ട് പോയാൽ വെറുതെ അസുഖമായി മാറാവുന്നതേ ഉള്ളൂ എന്നെനിക്ക് അറിയാവുന്നതുകൊണ്ട് ഞാൻ എന്റെ തോട്ടിനെ അവിടെ നിർത്തി അതിനെ റീഫ്രെയിം ചെയ്തു, പുതിയ തോട്ടാക്കി മാറ്റി, പോസിറ്റീവ് ആക്കി മാറ്റി, എന്റെ ബാക്കിയുള്ള ദിവസം രക്ഷപ്പെട്ടു. മനസ്സിലായി? ഞാൻ വിഷ്വലൈസ് ചെയ്തു, ഞാൻ അതിന് നന്നായി ചെയ്യുന്നതായിട്ടും ഞാൻ കുറച്ച് നന്നായി അതിന് സമയം കണ്ടുപിടിക്കാനും ഒക്കെ എനിക്ക് പറ്റി. കുറച്ച് കാര്യങ്ങൾ ചെയ്തു തീർക്കാനും പറ്റി. ഓക്കെ, ഇനി റീഫ്രെയിം, ഇത് ഇത്രയും ഞാൻ പറഞ്ഞു. ഇനി ഇതെങ്ങനെയാണ് നമുക്ക് റീഫ്രെയിം ചെയ്യാൻ പറ്റുന്നത്? അതിനൊരു എളുപ്പ വഴിയാണ് ഷിഫ്റ്റ് ഓൾട്ട് ഡിലീറ്റ് എന്ന് പറഞ്ഞത്. നമ്മുടെ കമ്പ്യൂട്ടറിലേക്ക് ഷിഫ്റ്റ് ഓൾട്ട് ഡിലീറ്റ്. നെഗറ്റീവ് തോട്ടാന്ന് മനസ്സിലായി ഇമീഡിയറ്റ്ലി നമ്മൾ ഷിഫ്റ്റ് ചെയ്യാൻ തയ്യാറാവുക എന്നുള്ളതാണ്. ഞാനിപ്പം എന്റെ ഫ്യൂച്ചറിനെ കുറിച്ച് ആലോചിച്ച് നോക്കുമ്പോൾ അയ്യോ നാശമായിട്ട് പോകുന്ന ഒരു കാര്യമാണ് എന്റെ മനസ്സിൽ കിടക്കുന്നത്. എല്ലാം ഡിസാസ്റ്റർ ആണ്. ആകാശം ഇടിഞ്ഞു വീഴുന്നതും മല ഇടിഞ്ഞു വരുന്നതും അല്ലെ ഇവ ബിൽഡിംഗ് ഇടിഞ്ഞു പോകുന്നു, ഇതൊക്കെ ആയിരിക്കും എന്റെ മനസ്സിൽ കൂടെ പോകുന്നതെന്ന് വെച്ചോ. അപ്പൊ തന്നെ ഞാൻ തീരുമാനിക്കാം, ഓക്കെ എന്റെ തോട്ട് നെഗറ്റീവ് ആണ്, ഇനി ഇത് ഫ്യൂച്ചറിലെ കാര്യമല്ലേ, ഇതിപ്പോ ഞാൻ ചിന്തിക്കുന്ന കാര്യമില്ലല്ലോ എന്ന് വെച്ചാൽ ഞാൻ ഷിഫ്റ്റ് ചെയ്യാൻ തയ്യാറാവുക. എന്ന് വെച്ചാൽ എനിക്കിത് മാറ്റണം, ഇല്ലെങ്കിൽ ഇറ്റ് ഈസ് നോട്ട് ഗോയിങ് ടു ഡു എനി ഗുഡ് ടു മീ എന്ന് മനസ്സിലാക്കിയ ഷിഫ്റ്റ് ചെയ്യാൻ തയ്യാറാവുക. ഷിഫ്റ്റ് ബട്ടൺ ഞെക്കുക, അന്നേരം മനസ്സിൽ സങ്കല്പിക്കുക. ഓൾട്ടർനേറ്റീവ് പോസിറ്റീവ് തോട്ട് കൊടുക്കുക. എന്തായിരിക്കണം അത്? അതിന് നമുക്ക് അഫർമേഷൻസ് ഒരുപാട് യൂസബിൾ ആണ്. ഇല്ലെങ്കിൽ പോസിറ്റീവായ ചിന്ത, നാളെ എന്ന് പറയുന്നത് ഏറ്റവും ശുഭമുള്ളതായിരിക്കും, ഏറ്റവും നല്ലതായിരിക്കും എന്നുള്ളൊരു തോട്ട് റീപ്ലേസ് ചെയ്യുക. ഇതുവരെ ചിലപ്പോൾ നമ്മുടെ എക്സ്പീരിയൻസ് അങ്ങനെ അല്ലായിരിക്കാം, പക്ഷെ ഫ്യൂച്ചർ അങ്ങനെ ആവാൻ പാടില്ലെന്നൊന്നും ഇല്ലല്ലോ. സോ ജസ്റ്റ് ചെയ്യുക. എന്നിട്ട് പഴയ തോട്ടിനെ ഡിലീറ്റ് ബട്ടൺ എന്നുള്ളതിനെ ഞെക്കിയിട്ട് ഡിലീറ്റ് ചെയ്യുന്നതായിട്ട് മനസ്സിൽ സങ്കല്പിക്കുക. പഴയ തോട്ട് ഇനി ഇല്ലാണ്ടാവും, ഫുൾ ക്ലോസ് ചെയ്യുക. ചിലപ്പോൾ ഇതൊരു ദിവസം 2-3 പ്രാവശ്യം ചെയ്യേണ്ടി വരുമായിരിക്കും ഇനീഷ്യലി, പിന്നീട് ആവശ്യമേ വരില്ല, ഓട്ടോമാറ്റിക്കലി ബ്രെയിൻ തന്നെ ചെയ്തോളും. ഇവിടെയാണ് നമുക്ക് റീഫ്രെയിം ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നത്. അഫർമേഷൻസിന് ഒരുപാട് ഗുണങ്ങളുണ്ട്. ഇവിടെ ഞാൻ എന്റെ ടോപ്പിക്കിനെ റിലേറ്റ് ചെയ്ത് മാത്രമാണ് അഫർമേഷൻസിനെ കുറിച്ച് സംസാരിക്കുന്നത്. നമ്മുടെ നെഗറ്റീവായ തോട്ടിനെ റീഫ്രെയിം ചെയ്യാൻ സഹായിക്കുന്നതാണ് അഫർമേഷൻസ് എന്ന് പറയുന്നത്. Affirmations are a collection of consciously chosen sets of thoughts stated either aloud or in your mind, intently and repeatedly with complete conviction. വിശ്വാസത്തോടെ അവനവനോട് തന്നെ ഒരു ദിവസം പലവട്ടം ആവർത്തിച്ച് പറയുന്ന പോസിറ്റീവായുള്ള വാക്കുകൾ. മാക്സിമം ഷോർട്ട് ആയിരിക്കണം, പ്രസന്റ് ടെൻസിലായിരിക്കണം. ലൈക്ക് ഐ ആം ബ്ലെസ്ഡ്, ഐ ആം ഹാപ്പി, ഓക്കെ, ഐ ആം കറേജിയസ്, ഐ ആം സ്ട്രോങ്, ഐ കൻ ഡു ദിസ്, ഐ വിൽ, ഐ വോണ്ട്, ഐ ക്യാൻ, ഐ വിൽ. ഇതൊക്കെ ഓരോ അഫർമേഷൻസ് ആണ്. ഇത് നമ്മൾ നെഗറ്റീവായ ഒരു തോട്ടാണ് മനസ്സിൽ കാണുന്നത്, ഇമീഡിയറ്റ്ലി ഐ വിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ചെയ്യും എന്ന് റീപ്ലേസ് ചെയ്യാം. നമുക്ക് മനസ്സിലായി? നെഗറ്റീവ് തോട്ടിനെ ഷിഫ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചാൽ പോസിറ്റീവായിട്ട് നമുക്ക് ഐ വിൽ എന്നുള്ള തോട്ട് കൊടുക്കാം. എന്നിട്ട് പഴയതിനെ ഡിലീറ്റ് ചെയ്ത് കളയാം. ഇവിടെയാണ് ഞാൻ അഫർമേഷൻസ്, ഇതല്ല, ഇതിനപ്പുറം കുറേ ഗുണങ്ങളുള്ളൊരു സംഭവം കേട്ടോ. ലോ ഓഫ് അട്രാക്ഷനിൽ ഒരുപാട് സഹായിക്കുന്നതാണ്. ബട്ട് ഫോർ ദ ടൈം ബീങ് ഞാൻ ഇവിടെ റെസ്ട്രിക്ട് ചെയ്യണത്. ഇനി കുറെ എക്സാമ്പിൾസ്. ഞാൻ ഇന്ന് രാവിലെ ചിന്തിച്ചു, ഐ ഷുഡന്റ് ഹാവ് ടേക്കൺ അപ്പ് ദിസ് കോഴ്സ്, ഇത് എടുക്കണ്ടായിരുന്നു ചിന്തിച്ച് ഇമീഡിയറ്റ്ലി അത് നെഗറ്റീവ് തോട്ടല്ലേ, ഇമീഡിയറ്റ്ലി അതിനെ റീപ്ലേസ് ചെയ്യാം. ഐ എം ടേക്കിംഗ് അപ്പ് ദിസ് കോഴ്സ്, ഐ എം സർട്ടൺ അബൌട്ട് വർക്കിംഗ് ഹാർഡ് ആൻഡ് സക്സീഡിങ്. ഞാൻ വിജയിച്ചിരിക്കും എന്ന്. ഐ വിൽ ഷുവർലി ഫോൾ ഇല്ല. ഒരുവിധപ്പെട്ട നമ്മളെല്ലാവർക്കും ഉണ്ടാകുന്ന പ്രശ്നം, ഞാൻ എന്തായാലും അസുഖം പിടിച്ച് മയ്യത്തായിട്ടേ കാര്യമുള്ളൂ. ഐ ഹാവ് നീദർ ഫോളോഡ് എ ഹെൽത്തി ഡയറ്റ് ഓർ നോട്ട് ഹാവ് ഗോട്ട് എ ഗുഡ് ഇനഫ് സ്ലീപ്പ്. നല്ലോണം ഉറങ്ങിയിട്ടും ഇല്ല. ഇതൊക്കെ കൂടെ കേട്ട് കഴിയുമ്പോൾ ഇപ്പൊ തന്നെ മനസ്സിലായി, ഇതിപ്പോ എന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായല്ലോ, മിക്കവാറും ഞാൻ അസുഖം പിടിച്ച് ശരിയാവും തോന്നുന്നു എന്ന് ചിന്തിക്കുന്ന കുറച്ച് പേരെങ്കിലും ഇതിനകത്ത് കാണും. പക്ഷെ അതിൽ കാര്യമില്ല. ഇമീഡിയറ്റ്ലി അത് നെഗറ്റീവ് തോട്ടാണ്. നമ്മൾ അതിനെ ഷിഫ്റ്റ് ചെയ്യുക. മൈ ബോഡി ഈസ് ഹെൽത്തി ആൻഡ് ഐ വിൽ ഓൾവേസ് ബി. ഞാൻ എപ്പോഴും അങ്ങനെ തന്നെ ആയിരിക്കും. ഐ ഫോളോ പ്രോപ്പർ ഡയറ്റ് ആൻഡ് ഗെറ്റ് ദ റൈറ്റ് എമൗണ്ട് ഓഫ് സ്ലീപ്പ്. ഇതുവരെ ഞാൻ പ്രോപ്പർ ഡയറ്റ് നോക്കിയിട്ടില്ലായിരിക്കും, പക്ഷെ ഇനി അങ്ങോട്ട് നോക്കാൻ പോവാ. ടൈം ഈസ് സ്റ്റിൽ ദെയർ, റൈറ്റ്? എന്ന്. പിന്നെ ഐ ഗീവ് അപ്പ്, ഐ കനോട്ട് ചേഞ്ച് മൈ നേച്ചർ. എന്നെ ഇത് കേൾക്കുന്ന ചിലർക്ക് ഞാനിപ്പോ ഇത്ര വയസ്സൊക്കെ ആയില്ലേ, ഇനിയിപ്പോ ഇങ്ങനെയൊക്കെ അങ്ങ് പോവാം, ഇനിയിപ്പോ എന്നെ കൊണ്ട് ഇതൊന്നും മാറ്റാൻ കഴിയുമെന്ന് തോന്നുന്നില്ല എന്ന് ചിന്തിക്കുന്ന ആളുകൾ ഉണ്ടാവാം.
അവർ ചിന്തിക്കേണ്ട എന്താണ്, അതൊരു നെഗറ്റീവ് തോട്ടാണ്. മനസ്സിലായി? പിന്നെ അവിടെ തന്നെ കിടക്കുക ഊരാ കുടുക്കില്. ഐ എം ഡിറ്റർമൈൻഡ് ടു വർക്ക് ഓൺ മൈസെൽഫ് ടു ട്രാൻസ്ഫോം ഇൻ ടു ഹൂ ഐ വോണ്ട് ടു ബി. എനിക്കാവേണ്ട ആളായി ഞാൻ മാറിയിരിക്കും എന്തെങ്കിലും വെറുതെ പറയാം, ഇത്രയും വലിയ ലാംഗ്വേജ് ഒന്നും പറഞ്ഞില്ലെങ്കിലും. അതുപോലെ മൈ യൂട്രസ് ഈസ് അൺഹെൽതി. ഇത് കേട്ട ചില പെണ്ണുങ്ങളെങ്കിലും ആലോചിച്ചാണ്. ഐ ക്യാൻ നെവർ ബി എ മദർ. ഇറ്റ്സ് എ ബിഗ് ഫോൾസ്. ഓക്കെ, മൈ യൂട്രസ് ഈസ് ഹെൽത്തി ആൻഡ് സേഫ്. ഓരോ തവണ ഇത് പറയും തോറും നമ്മൾ റിപ്പീറ്റ് ചെയ്യുന്ന കാര്യം, മനസ്സിൽ റിപ്പീറ്റ് ചെയ്യുന്ന കാര്യത്തിനനുസരിച്ച് ഹൈപ്പോതലാമസും പിറ്റ്യൂട്ടറിയും നമ്മുടെ ലെവലിൽ നിൽക്കും. അവർ നമുക്ക് വേണ്ടിയിട്ടുള്ള നല്ല നല്ല ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങും. അതേപോലെ യൂട്രസ് അങ്ങനെ ഐ എം എൻ അമേസിങ് മദർ എന്ന് പറഞ്ഞ് നമ്മൾ നമ്മുടെ ആ ഒരു ഡ്രീമിലേക്ക് അത് വിഷ്വലൈസ് ചെയ്യുക. ഞാൻ എൻ്റെ ഒരു കുട്ടീനെയും കൊണ്ട് നടക്കുന്നതായിട്ടൊക്കെ വിഷ്വലൈസ് ചെയ്ത് കഴിയുമ്പോൾ അതുപോലെ ഒരുപാട് കേസസ് ഉണ്ട് കേട്ടോ, ആ ഒരു സ്വപ്നത്തിലേക്ക് എത്തിപ്പെട്ടിരിക്കുന്നത്. ഇനി വെൻ ടു പ്രാക്ടീസ് അഫർമേഷൻസ്. ഈ അഫർമേഷൻ ഒന്ന് നമുക്കൊരു പോസിറ്റീവ് അഫർമേഷൻ കിട്ടി. ഇപ്പൊ എന്റെ പ്രശ്നം എന്റെ വർക്ക് ചെയ്ത് തീർക്കുന്നതാണെന്ന് വെച്ചോ. അപ്പൊ ഞാൻ എന്തെങ്കിലും ഐ വിൽ എന്നുള്ളതാണെങ്കിൽ ഞാൻ ഉറങ്ങാൻ കിടക്കുമ്പോഴും ഐ വിൽ എന്ന് പറഞ്ഞുകൊണ്ട് കിടക്കുക. കാരണം ഉറങ്ങാൻ പോകുന്ന സമയം നമ്മൾ പറയുന്ന ഡയറക്റ്റ് സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് ഫീഡ് ചെയ്യും. നമ്മുടെ ബ്രെയിനിനുള്ളിൽ അതിനുള്ള റീവയറിങ് നടക്കുന്നുണ്ട്. അപ്പൊ ഞാൻ ഐ വിൽ എന്ന് പറയുന്നതിന് വേണ്ടിയിട്ടുള്ള നല്ല നല്ല ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങുന്നു. ഉറക്കത്തിലേക്ക് പോകുമ്പോൾ അഫർമേഷൻസ് പറയുന്ന ഒരുപാട് നല്ലതാട്ടോ. അതുപോലെ തന്നെ രാവിലെ എഴുന്നേക്കുന്ന പാടെ അന്നേരം നമ്മുടെ മനസ്സൊരു നല്ല ക്ലിയർ സ്ലേറ്റ് ആയിരിക്കും. അന്നേരം ഇത് പ്രാക്ടീസ് ചെയ്യുന്നത് വളരെ നല്ലൊരു കാര്യമാണ്. അതുപോലെ ഫുഡ് കഴിക്കുമ്പോഴും വെള്ളം കുടിക്കുമ്പോഴും, ഇത് കാലിഫോർണിയയിലുള്ള ഹാർട്ട് മാത്ത് സയന്റിസ്റ്റുകൾ പ്രൂവ് ചെയ്തൊരു കാര്യമാണ്. ലൈക്ക് അവരാണെങ്കിൽ ഒരു സ്റ്റഡി നടത്തിയിരുന്നു. 2 വ്യക്തികൾക്ക് 1 ഗ്ലാസ് വെള്ളം, ഒരേ ബോട്ടിലിൽ നിന്നെടുത്ത 2 ഗ്ലാസ് വെള്ളം കൊടുത്തു വിട്ടു. എന്റെ 2 റൂമിലാക്കി. എന്നിട്ട് ഒരു റൂമിലുള്ള ആളിനെ യുദ്ധവും അങ്ങനെ കുറെ ഡിസാസ്റ്ററിനെ എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് വലിയ സ്ക്രീനിൽ ആ സൗണ്ട് എഫക്റ്റോടെ അവിടെ ഇരുത്തി. കുടിക്കാൻ പറഞ്ഞിട്ടില്ല കേട്ടോ. മറ്റേ ആളിനെ വളരെ സ്വീറ്റ് ആയിട്ട് മെലോഡിയസ് ആയിട്ടുള്ള മ്യൂസിക്കും മെഡിറ്റേറ്റീവ് മോഡിലുള്ള ഒരു മ്യൂസിക് ഉള്ള റൂമിൽ ഇരുത്തി. 2 പേരോടും വെള്ളം കുടിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. 2 മണിക്കൂർ കഴിഞ്ഞ് ഈ വെള്ളം 2 പേരും പുറത്തിറങ്ങി വന്നപ്പോൾ ഈ ഗ്ലാസ്സിലെ വെള്ളം ചെക്ക് ചെയ്ത് നോക്കുമ്പം ആ ഭയങ്കര ഡിസാസ്റ്റർ അനുഭവിച്ചിരുന്ന റൂമിലിരുന്ന വ്യക്തിയുടെ വെള്ളത്തിന്റെ ഗ്ലാസ്സിനകത്തില് വെള്ളത്തിന്റെ ഘടന തന്നെ മാറിപ്പോയി. ക്രിസ്റ്റലൈസേഷൻ നടന്നു എന്നാ പറയുന്നത്. അതൊരു റിസർച്ച് വർക്ക് ആയിരുന്നു. അപ്പൊ നമ്മൾ കഴിക്കാൻ എടുക്കുന്ന സാധനത്തിനോട് നമ്മൾ എന്ത് പറയുന്നു, അതിന് നമ്മൾ കഴിക്കുന്നതിന് പ്രാർത്ഥിക്കണം എന്നൊക്കെ പറയുന്നത്. കഴിക്കുന്നതിന് മുന്നേ ഇരുന്ന് പ്രാർത്ഥിക്കുന്നതൊക്കെ ഒരുപാട് നല്ല കാര്യം. അതുകൊണ്ട് നമുക്ക് വേണ്ട കാര്യം സാധിച്ചെടുക്കാനും ഇതുപോലെ പറഞ്ഞുകൊണ്ട് ചെയ്യുന്നത് ഒരുപാട് ഗുണം ചെയ്യും. പിന്നെ നമ്മൾ അത് കുടിക്കുമ്പം ശരിക്കും അതിൽ ആ എനർജി അബ്സോർവ് ചെയ്യുന്നത്. നമ്മുടെ ഓരോ ചിന്തകളും എനർജിയാണ്. ദർ ആർ വൈബ്രേഷൻസ്. അത് ഫുഡിലും മറ്റുള്ളവരിലേക്കും ഒക്കെ എത്തുന്നുണ്ട്. ആ എത്തുന്നത് ശരിക്കും അതിൽ നിന്നുള്ള റിഫ്ലക്ഷൻ നമുക്ക് തിരിച്ചു കിട്ടുന്നത്. സെയിം തിങ് ഫുഡിലും, അതും ജീവനുള്ള സംഭവമാണ്. അതിലേക്ക് എത്തുന്നുണ്ട്. നമ്മൾ കുടിക്കുമ്പം കുറച്ചും കൂടെ നമ്മളിലേക്ക് ഒരു മെഡിസിൻ ചെല്ലുക. അപ്പൊ മെഡിസിൻ ചെല്ലുന്ന പോലെ ഇരിക്കും. ശരിക്കും ഇപ്പൊ മെഡിസിൻസ് ഒക്കെ എടുക്കുന്നവർ ഇതിങ്ങനെ മെഡിസിൻ എടുത്തിട്ട് ഇത് അമൃതാണ് എന്ന് പറഞ്ഞ് കഴിക്കുകയാണെങ്കിൽ ശരിക്കും കഴിക്കുമ്പം എന്ത് എഫക്റ്റ് ആണ് കിട്ടുന്നത്, അതിലും നല്ലൊരു എഫക്റ്റീവായിട്ട് പെട്ടെന്ന് തന്നെ നമ്മുടെ അസുഖം മാറുന്നത് നമുക്ക് കാണാൻ കഴിയും. ഇനിയും എക്സസൈസ് ഓർ യോഗ, ഇത് രണ്ടും ചെയ്യുമ്പം നമ്മുടെ ശരീരത്തിൽ എൻഡോർഫിൻസ് ഒരുപാട് ഉണ്ടാവുന്നുണ്ട്. എന്ന് വെച്ചാൽ നമ്മുടെ സ്ട്രെസ് റിലീവിങ് ഹോർമോൺസ് ഒരുപാട് ഉണ്ടാവുന്നുണ്ട് കേട്ടോ. അപ്പം എക്സസൈസ് ഒരു സ്ഥിരമാക്കി മാറ്റുമ്പം നമ്മുടെ ശരീരത്തിൽ ഇത്രയും കോർട്ടിസോളൊക്കെ ഇതുവരെ ഉണ്ടായേക്കുന്ന സംഭവങ്ങൾ അതിന്റെ അളവ് കുറഞ്ഞുകൊണ്ട് ഹാപ്പി ഹോർമോൺസ് കുറെ പ്രൊഡ്യൂസ് ചെയ്യുന്നു. അതായത് നെക്സ്റ്റ് ടൈം ഉള്ളൊരു ഇൻസിഡന്റ് വരുമ്പോഴും നമ്മുടെ ഉള്ളിൽ കുറെ ഹാപ്പി ഹോർമോൺസ് ആണ് കൂടുതൽ ഉള്ളതെങ്കിൽ, നല്ല ഹോർമോൺസ് ആണ് കൂടുതൽ ഉള്ളതെങ്കിൽ നമ്മൾ സ്ട്രെസ് അധികം എടുക്കില്ല. മനസ്സിലാവുന്നുണ്ടോ? ഇനി അഥവാ സ്ട്രെസ് കുറെ എടുത്തിട്ടുള്ളവരാണെങ്കിൽ ഈ പ്രാക്ടീസ് ഒക്കെ തുടങ്ങി കഴിയുമ്പോൾ പതുക്കെ കുറെ നാൾ ദൂരോട്ട് പോകുമ്പോഴത്തേനും പതിയെ നമുക്ക് ഇതിൽ നിന്നൊക്കെ പുറത്തു വരാൻ പറ്റും, സ്ട്രെസ്സിൽ നിന്നൊക്കെ പുറത്തു വരാൻ പറ്റും. പിന്നത്തെ ഡയറ്റ് എന്ന് പറഞ്ഞാൽ, ഡയറ്റിനെ കുറിച്ച് ഞാൻ കുറെ പറഞ്ഞു. നിങ്ങൾ ഏറ്റവും കൂടുതൽ ഡയറ്റിന്റെ വലിയൊരു കുലപതിയുടെ ഗ്രൂപ്പിലുള്ള ആൾക്കാരാണ്. അതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് ഒന്നും പറയുന്നില്ല. യു ഹാവ് ഗോട്ട് ഇനഫ് ഓഫ് ക്ലാസ്സസ്. അത് നല്ല ഡയറ്റ് കഴിക്കുക. എന്തൊക്കെയാണ് നമ്മുടെ സാറൊക്കെ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ അതിനനുസരിച്ചുള്ള ഡയറ്റ് കീപ്പ് ചെയ്യുക. സ്ലീപ്പ് ഈസ് എ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്. നമ്മുടെ ഒരു ജീവിതം നിലനിർത്തുന്നത് തന്നെ വലിയൊരു സംഭവമാണ് സ്ലീപ്പ് എന്ന് പറയുന്ന സാധനം. അത് നമ്മുടെ ഒരു ഫുൾ സർക്കാഡിയൻ റിതം അത് കീപ്പ് ചെയ്യണം. എന്നുവെച്ചാൽ സമയത്തുറങ്ങുക, ഏർലി ടു ബെഡ് ഏർലി ടു റൈസ് ആണ് ഏറ്റവും നല്ലത്. ഒരു സ്ലീപ്പിന് പ്രത്യേക കാര്യം, നമ്മൾ ഉറങ്ങുന്ന സമയം നമ്മുടെ ബോഡിയിൽ ഹീലിംഗ് ഒരുപാട് നടക്കുന്നുണ്ട്. ബ്രെയിനിനുള്ളിൽ നല്ല റീവയറിംഗ് നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ നല്ല ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ശരീരത്തിന് ആരോഗ്യം തരുന്ന കുറേ ഹോർമോൺസും പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. സോ ഉറക്കം മസ്റ്റ് ആയിട്ടും ആവശ്യമുള്ള കാര്യമാണ്. അതിനെ കീപ്പ് ചെയ്ത് മുന്നോട്ട് പോകാൻ വേണം, വളരെ ആവശ്യമുള്ളതാണ്. സോ ഹെൽത്ത് ഡസൻ ഓൾവേസ് കം ഫ്രം മെഡിസിൻ. മോസ്റ്റ് ഓഫ് ദ ടൈം ഇറ്റ് കംസ് ഫ്രം ദ പീസ് ഓഫ് മൈൻഡ്. മെഡിസിനിൽ നിന്ന് മാത്രമല്ല ഹെൽത്ത് ഉണ്ടാവുന്നത്, മനസ്സിന്റെ സമാധാനത്തിൽ നിന്ന് പീസ് ഒരുപാട് ഉണ്ടാകുന്നുണ്ട്. എന്നിട്ടാണ് അത് നശിക്കുമ്പോഴാണ് ശരിക്കും അസുഖത്തിലേക്കൊക്കെ പോകുന്നത്. ഇറ്റ് കംസ് ഫ്രം ദ പീസ് ഓഫ് ദ മൈൻഡ്, പീസ് ഇൻ ദ ഹാർട്ട്, പീസ് ഇൻ ദ സോൾ. ഇറ്റ് കംസ് ഫ്രം ലാഫ്റ്റർ ആൻഡ് ലവ്. ഇതാണ് നമ്മളൊക്കെ മനസ്സിൽ ഓർത്തിരിക്കേണ്ട ഒരു മെസ്സേജ്. സോ ഹിയർ എൻഡ്സ് മൈ പ്രസന്റേഷൻ. ഇതുവരെ എന്നെ കേട്ടിരുന്ന
എല്ലാവർക്കും ഒരുപാട് നന്ദി. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കുക. ഞാൻ വലിയ ഇതിൽ താപ്പാനെ ഒന്നും അല്ല, ചെറിയൊരു അവയർനെസ് ക്ലാസ് ആയിട്ട് മാത്രമേ ഇത് നിങ്ങൾ കാണാവൂ. താങ്ക് യു സോ മച്ച്. താങ്ക് യു നിഷ മാം, താങ്ക് യു ഫോർ ദ വണ്ടർഫുൾ ടോക്ക്. ശരിക്കും പറഞ്ഞാല് ഇത്രയൊക്കെ കാര്യങ്ങള് നമ്മൾ ഈ ഓരോ പ്രാവശ്യം അഫർമേഷൻ പ്രാക്ടീസ് ചെയ്യുമ്പോഴും അല്ലെങ്കിൽ പോസിറ്റീവായിട്ട് നമ്മൾ കാര്യങ്ങൾ ചിന്തിക്കണം എന്നൊക്കെ പറയുമ്പോഴും ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുമ്പോഴും ഒക്കെ ഇത്രയ്ക്കും ആ ഒരു മെഡിക്കൽ ഫീൽഡുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ട് വളരെ വ്യക്തമായിട്ട് എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ കാര്യങ്ങൾ പറഞ്ഞു തന്നു. ഞങ്ങളുടെ ഇൻവിറ്റേഷൻ സ്വീകരിച്ച് വരികയും ഇത്രയും തിരക്കിനിടയ്ക്കും വന്ന ഇത്രയും സമയം നമ്മുടെ ഡിവൈൻ മദർ ആൾക്കാർക്ക് വേണ്ടിയിട്ട്, നമ്മുടെ കുറച്ച് ചെറിയൊരു ഗ്രൂപ്പാണ്, പക്ഷെ ഞങ്ങളോട് ജോയിൻ ചെയ്ത് അല്ലാത്ത നമ്മുടെ എല്ലാ ഫ്രണ്ട് സർക്കിളിലും ഇപ്പൊ പറഞ്ഞല്ലോ മൈം പ്ലസ്, നമ്മുടെ കളത്തട്ട്, അവിടുന്ന് ഒക്കെയുള്ള ആൾക്കാർ നമ്മുടെ കൂടെ ജോയിൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ദയാൽ സാറിന്റെ വേറെ പല വാനപ്രസ്ഥം ഗ്രൂപ്പുകള് ഏകദേശം 22 ബാച്ചായി. അവിടെയൊക്കെ നമ്മൾ പറയാറുണ്ട് നമ്മുടെ പ്രോഗ്രാംസിനെ പറ്റി. അപ്പൊ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടായിരുന്നു. അപ്പൊ ഇവരുടെ എല്ലാം പേരിൽ ഞാൻ നന്ദി പറയുകയാണ്. തീർച്ചയായിട്ടും ഇനിയും ഞങ്ങൾക്ക് ഇതുപോലെയുള്ള വിഷയങ്ങൾ എപ്പോഴാണോ സമയം ഫ്രീ ടൈം കിട്ടുന്നത് അപ്പോൾ വരിക. അതോടൊപ്പം ഞങ്ങളുടെ ഗ്രൂപ്പിന്റെ ഭാഗമാകാനും കൂടി ഞാൻ ക്ഷണിക്കുകയാണ്. സമയമുള്ളപ്പോൾ അതും കൂടി ചെയ്തു തരിക. ഓക്കെ, ഇനി പാർട്ടിസിപ്പൻസിന് ഫീഡ്ബാക്ക് പറയാം, മാഡത്തോട് സംശയങ്ങൾ ചോദിക്കാം. അൺമ്യൂട്ട് ചെയ്ത്. Good evening, ma'am. Good evening, Shirley. മാം വെരി നൈസ് ടോക്ക് ആയിരുന്നു കേട്ടോ. ഭയങ്കര നല്ലതായിട്ട് എല്ലാം പ്രസന്റ് ചെയ്തു. ഞാൻ ഖത്തറിലാണ് മാം. അപ്പൊ എനിക്ക് കുറച്ച് ജോയിന്റ് പ്രോബ്ലംസ് ഉണ്ട്. ഐ വാണ്ട് ടു കൺസൾട്ട് ചെയ്യൂ. അത് എങ്ങനെ ആയിരിക്കും ചെയ്യണ്ടേ? ധന്യ മാമിനോട് ചോദിച്ചാൽ മതി കേട്ടോ. ധന്യ മാം ഷെയർ ചെയ്യും. നമ്പർ ചോദിച്ചാൽ മതി. ഓക്കെ, താങ്ക് യു. ഹൗ ഐ കോണ്ടാക്ട് ധന്യ മാം? ലൈക്ക് നമ്മളിപ്പോ മീറ്റിംഗ് കഴിഞ്ഞാല് എങ്ങനെ കോണ്ടാക്ട് ചെയ്യണ്ടേ? ഓക്കെ, ധന്യ മാമിന്റെ ഗ്രൂപ്പിലുള്ള അല്ല, ഷെറിൽ എവിടുന്ന് ജോയിൻ? ഞാൻ എന്നെ വിശാൽ ബായി ആഡ് ചെയ്തതാ. ഓക്കെ, വിശാലിന് ഞാൻ നമ്പർ കൊടുത്തോളാം കേട്ടോ. ഓക്കെ, താങ്ക് യു വെരി മച്ച്. ഡോക്ടർ നിഷ, ഞാൻ പറയട്ടെ? ഓ ഹായ് മാം, പറഞ്ഞോളൂ. ഗിരിജ, അയ്യോ എന്റെ ദൈവമേ, ഡോക്ടേഴ്സ് ഒക്കെ ഉള്ള ഗ്രൂപ്പ് ആയിരുന്നു. താങ്ക് യു, പറഞ്ഞു. സൂപ്പറായിട്ട് എടുത്തെന്ന് വെച്ചാലും ഇത്രയും ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സാധനത്തിന് വളരെ ഗംഭീരായിട്ട് കേട്ടോ. ഹൈപ്പോതലാമസ്, പിറ്റ്യൂട്ടറി, അയ്യോ എന്ത് രസമായിട്ട് എടുത്തത്. അപ്പൊ എനിക്ക് ചെയ്യാൻ തന്നെ എനിക്കും തോന്നി കേട്ടോ. എന്ത് സൂപ്പറായിട്ട് എടുത്തതെന്ന് എനിക്ക് തോന്നി. അപ്പൊ ക്രിസ്റ്റൽ ക്ലിയർ ആയിരുന്നു. ഈ ടോപ്പിക്കിനെ ഇതിനേക്കാളും കൂടുതൽ ഭംഗിയാക്കി എടുക്കാൻ അത്ര എളുപ്പമല്ലാതെ എനിക്ക് തോന്നി കേട്ടോ. അപ്പൊ ഹാറ്റ്സ് ഓഫ് യു മൈ ഡിയർ. അപ്പൊ I see this as a certificate. കാരണം ഒരു MBBS ഡോക്ടറാണ് ഞാൻ, മാം ഉള്ളത് അറിഞ്ഞില്ല. താങ്ക് യു മാം, താങ്ക് യു. എന്തെങ്കിലും തെറ്റൊക്കെ ഉണ്ടെങ്കിൽ മാം എന്നോട് ക്ഷമിക്കണേ. ഞാൻ എല്ലാവർക്കും മനസ്സിലാവുന്ന ലെവലിലേക്ക് മാറ്റി പറഞ്ഞത് കേട്ടോ. സൂപ്പറായിട്ട് പറഞ്ഞില്ലേ, നന്നായി. അപ്പൊ ശരി എന്നാ. ഓക്കെ, പറഞ്ഞോളൂ. ലേറ്റ് ആയിട്ടാണ് ജോയിൻ ചെയ്തത്. ഒരു സംശയം ഉണ്ടായിരുന്നു. വയസ്സ് 66. ഞാൻ എക്സസൈസ് ഒക്കെ ചെയ്യാറുണ്ട്, മെഡിറ്റേഷൻ എല്ലാം കുറേശ്ശെ എല്ലാം ഉണ്ട്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എല്ലാം ഉണ്ട്. പക്ഷെ രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ രാത്രി ഉറങ്ങുന്നത് വരെ ഒരു ഹമ്മിങ് സൗണ്ട് ഉണ്ടായിക്കൊണ്ടേയിരിക്കും. എവിടെ സാറിന് എവിടെയാ തോന്നുന്നത്? ചെവിക്കകത്താണോ? തലേന്റെ ഉള്ളിൽ. അതുകൊണ്ട് ഡിസ്റ്റർബൻസ്. പിന്നെ ഈ കുറച്ച് എന്താ പറയാ, ഇതൊക്കെ ചെയ്യുന്ന ആളാണ്. സന്ധ്യാവന്തനായിട്ടുള്ള കാര്യങ്ങളൊക്കെ പ്രാക്ടീസ് ചെയ്യുന്ന ആളാണ്. അപ്പൊ അതുകൊണ്ട് അതിന്റെ ഇതാണോ അതല്ല വല്ല ENT പ്രോബ്ലം ആണോ എന്നുള്ളത്. സാർ എന്തായാലും ഒരു കൺസൾട്ടേഷൻ ഡോക്ടറിന്റെ അടുത്ത് പോയിട്ട്, അലോപ്പതി എവിടെയാന്ന് വെച്ചാൽ സാറിന് പ്രിഫറബിൾ ആയിട്ടുള്ളടത്ത് പോയിട്ട് ഫുൾ ചെക്കപ്പ് നടത്തണം. ഈ കംപ്ലൈന്റും കൊണ്ട് എന്തായാലും പോകണം. പോയിട്ടുണ്ടോ? ഇല്ല, പോയിട്ടില്ല. ഞാൻ ഈയിടെയാണ് ചെയ്തത്. ഓക്കെ. പോയിട്ട് ഒന്നും ഇല്ലാന്ന് കണ്ടു കഴിഞ്ഞാൽ, എവറിത്തിങ് ഈസ് ക്ലിയർ എന്ന് കണ്ടു കഴിഞ്ഞാൽ യു ക്യാൻ ഗോ ഫോർ കൗൺസിലിംഗ്. എന്ന് പറഞ്ഞാൽ കൗൺസിലിംഗ് ഒരിക്കലും തലയ്ക്ക് സുഖമില്ലാത്തവർക്ക് മാത്രമല്ല കൗൺസിലിംഗ്. നമുക്ക് ചിലപ്പം നമ്മുടെ ചില ചിന്തകൾ എന്താണെന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യാൻ സഹായിക്കുന്നതായിരിക്കും. അപ്പം അങ്ങനെ എന്തെങ്കിലുമൊക്കെ തെറാപ്പിയോ ഹെൽപ്പോ ആരുടെയും കയ്യിൽ നിന്ന് എടുക്കുക. ഓക്കെ, അതിനൊരു പക്ഷെ ആദ്യം ടെസ്റ്റ് ചെയ്തിട്ട് ഫുൾ ബോഡി ഓക്കെ ആണ്, വേറെ പാത്തോളജിക്കലായിട്ട് ഒന്നുമില്ല, 66 years ആയില്ലേ, അപ്പൊ അതൊന്ന് നോക്കി കഴിഞ്ഞിട്ട് നമ്മൾ
ഫർദർ കാര്യങ്ങൾക്ക് പോകാം. എല്ലാം അങ്ങ് സൈക്കോസോമാറ്റിക് ആണ് ഞാൻ പറയുന്നില്ല. ഞാൻ പറഞ്ഞില്ലേ കാരണം അതാണെങ്കിലും ഇപ്പൊ എന്തെങ്കിലും ഡിസീസ് ആയിട്ടുണ്ടോ ഒന്നും നമുക്കറിയില്ല. ചിലപ്പോ ഒന്നും കാണില്ല, തോട്ടായിരിക്കും, ചിന്തയായിരിക്കാം. ചെവിയുടെ ഒച്ചാന്ന് പറയില്ലേ, ചെവിക്കകത്താണോ തോന്നുന്നത്? അപ്പം ചെവിക്കകത്താണെങ്കിൽ ചിലപ്പോ അത് നമ്മളെ ചെവിയുടെ ഇതിന്റെ ആയിരിക്കാം. അപ്പൊ എന്തായാലും സാർ ഒന്ന് കൺസൾട്ട് ചെയ്യൂ. ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇപ്പം വേറെ ആരുടെ അടുത്തായാലും യു ക്യാൻ, അല്ലെങ്കിൽ ഞാൻ ഹെൽപ്പ് ചെയ്യാൻ എന്നെ കൊണ്ട് ട്രൈ ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ ഞാൻ ശ്രമിക്കാം എന്നൊക്കെ ഉള്ളതേ ഉള്ളൂ കേട്ടോ. ഡോണ്ട് വറി. എന്തായാലും കൺസൾട്ടേഷൻ എടുക്കണം കേട്ടോ. ഗോ ആൻഡ് ഗെറ്റ് ചെക്ക്ഡ് അപ്പ്. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. സാറിന്റെ പേര്? അനിൽ, തിരൂർ. താങ്ക് യു സർ, താങ്ക് യു.